സന്തോഷമുള്ള ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ച്. അപ്പൊ ആ സന്തോഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രേക്ഷകരെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്ലവേഴ്സ് ഇവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഇനി ആ സന്തോഷ വാർത്ത ഷാജൻ ചേട്ടന്റെ വായിൽ നിന്ന് കേൾക്കട്ടെ പ്രേക്ഷകർ. വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഐറ്റം വേറെ എന്നുള്ള പ്രോഗ്രാം തുടങ്ങിയിട്ട് ഇത് 101ാമത്തെ 100 എപ്പിസോഡുകൾ വളരെയധികം വിജയകരമായി സന്തോഷത്തോടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ യാത്ര ഗംഭീരമായിട്ട് തുടരുന്നു. നമ്മൾ ഒന്നുകൂടെ പറയുന്നു, ഇത് ഐറ്റം വേറെ. സന്തോഷം പറയൂ. പിന്നെ അല്ല, ചിരിച്ചും സന്തോഷിച്ചും 101 ദിവസം കടന്നുപോയി നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അത്രയ്ക്കും ക്വാളിറ്റി ഉണ്ട് ഇവിടുത്തെ ചിരികൾക്ക്. അതാണ് ഈ ഷോ ഇത്രയും ഗംഭീരമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ ഇന്ന് ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റ തുറന്നാലും എല്ലായിടത്തും ഒന്നേ കാണാനുള്ളൂ, അത് ഇത് ഐറ്റം വേറെയാണ്. ഒരുപാട് സന്തോഷം. പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങൾ എല്ലാവരും അല്ലേ നമ്മളോടൊപ്പം ഉണ്ടാവണം. അതന്നല്ല ഷാദൻ, ഇപ്പൊ മലയാളികൾ പാവപ്പെട്ട ആൾക്കാരൊന്നും അല്ല, പുലികളാണ്. സഞ്ജു സാംസൺ അവിടെ സെഞ്ചുറി, നമ്മൾ ഇവിടെ സെഞ്ചുറി. വരെ മാറ്റം വന്നു. അപ്പോ നമ്മുടെ പ്രേക്ഷകരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്ന ഇവരാണ്. നിങ്ങൾ ചിരിക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് 101ാമത്തെ എപ്പിസോഡ് അങ്ങോട്ട് പൊളിച്ചാലോ? അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ടു ദി 101ാമത്തെ എപ്പിസോഡ് ഓഫ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഐറ്റം വേറെ ഒരുപാട് അടിപൊളി ടീമുകളിലെ വൺ ഓഫ് ദ അടിപൊളി ടീമാണ് പെർഫോം ചെയ്യാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം രാജേഷ് കൊട്ടാരത്തിൽ, ഹരി ആൻഡ് സുജിത്. ജനതയും ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമേ പേരുമാനന്ദം തേടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി. ഇന്ന് ഈ കളി ഞാൻ ജയിക്കും. എടുത്തോട്ട് മാറേ വലത്ത് വെടിവെക്കുവേ. എന്തുവാടാ വെടിവെക്കെന്ന് പറഞ്ഞു? എടാ ഞാൻ ഇത് കളിക്കുമല്ലയോ? എടാ ക്ലാസ്സിൽ ഫോൺ കൊണ്ടുവന്നോ നീ? പിന്നെ ഞാൻ സാറിനോട് പറയും, ഇന്ന് സാർ ഇങ്ങോട്ടെ, ഞാൻ സാറിനോട് പറയുവേ. എടാ പറയാൻ ഞാൻ സിപ്പ മേടിച്ചേരാ. ഞാൻ പറയത്തില്ല. നമ്മളെ എന്താണെന്നറിയാമോ ഇന്ന് ഇവിടെ ഇരുത്തി പഠിപ്പിക്കുന്നേ? എന്തുവായിരുന്നു? നമ്മുടെ ക്ലാസ് റൂമിന്റെ ഓടി ഇന്ന് മാറാൻ പണിക്കാർ വരുമെന്ന്. അയ്യോ, അപ്പൊ പിള്ളേരാരും വന്നില്ലേ ടൂർ പോയിട്ട്? ഇതുവരെ വന്നില്ലടാ. അത് അവന് താമസിക്കുന്നത് എന്തുവാന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഞങ്ങളുടെ കുഞ്ഞമ്മയെ കണ്ടേ. എന്താ പറഞ്ഞു? കുഞ്ഞമ്മ എന്നോട് ചോദിക്കുക, നീ പഠിച്ചു വളർന്ന് എന്തോ ആകാൻ ആഗ്രഹമെന്ന്. നീ അന്നേരം എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാൻ ഗൾഫിൽ പോകുന്നു പറഞ്ഞു. ഇവിടെ ഗൾഫിൽ പോണ പൊട്ട എയർപോർട്ട് വേണം. എടാ മണ്ട, എയർപോർട്ട് അല്ലടാ പാസ്പോർട്ട്. പാസ്പോർട്ട് കൊണ്ട് നീ എവിടെ പോകും? എയർപോർട്ടിൽ പോണം. എയർപോർട്ട് അന്നേരം വേണ്ടേ? എനിക്ക് സ്വന്തമായിട്ട് എയർപോർട്ട് ഇല്ലല്ലോ. ഇല്ല. രമേശ് പറയുവാടാ, പിന്നെ സൂര്യ പുതിയ സിനിമ ഇറങ്ങിയില്ലയോ, അത് പൊട്ടിപ്പോയിരുന്നു. കുപ്പി ക്ലാസ്സിലായിരിക്കും. കുപ്പി ക്ലാസ്സിലാണ് പണം എടുക്കുന്നത്. സാമ്പത്തികമായിട്ട് പൊട്ടിപ്പോയിരുന്നു. സാമ്പത്തികമായിട്ട് പൊട്ടിയെന്നോ? ഞാൻ വിജയ് ഫാനാ. ഞാൻ സൂര്യ. ഞാൻ വിജയ് ഫാനാ. ഞാൻ സൂര്യ. പോടാ വിജയുടെ സൂര്യ. എന്തിനാണ് വാവക ക്ലാസ് എവിടെ കേൾക്കാൻ കിടന്നുണ്ട് വാവക്കുന്നത്? ദൈവമേ, താഴെ നിന്നപ്പം കേട്ടല്ലോ ഇവിടെ. നിങ്ങൾ ആടെ ഫാനായാലും എന്തോ അവരൊക്കെ പഠിച്ച നല്ല നിലയിലായി. ഇന്ന് ഇവിടുത്തെ ടീച്ചർമാരും കുട്ടികളും എല്ലാം ടൂർ പോയിട്ട് അവര് പോയ ബസ് ബ്രേക്ക് ഡൗൺ ആയി അവിടെ കിടക്കുക. അപ്പൊ അവര് നാളെ വരത്തുള്ളെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് MH ഞാൻ വിളിച്ചു പറഞ്ഞു, HM വിളിച്ചു പറഞ്ഞു ഇന്നോട് വന്ന് ക്ലാസ് എടുക്കണമെന്ന്. അതിനാണ് ഞാനിപ്പോ ഇവിടെ വന്നത് കേട്ടോ. ഒരു കാര്യം ചെയ്യ്, ബയോളജിയുടെ കുറെ ചോദ്യങ്ങളെ അങ്ങോട്ട് ചോദിക്കാം. ബുക്ക് എടുക്ക. സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇല്ല. ഇല്ലാന്നും പറയരുത്, ഇല വെച്ചാണ്. ഭക്ഷ്യശാസ്ത്ര ഗവേഷണത്തിൽ പരിഹാരം കണ്ടെത്തുന്നത് ആര്? വവ്വാല്. അതിനല്ലേ കോട്ടുള്ളത്. ശരിയാ സാറേ. എടാ അതിന്റെ ശാസ്ത്ര ഗവേഷകരാണ്, അതറിയാമോ? വേറെ കിളിയാ, വവ്വാലാന്ന്. ഉടനെ കിളിയാന്നോ കണ്ടക്ടറാന്നോ എനിക്കറിയാം. നാളെ ഞാൻ വരത്തില്ല, എനിക്ക് ലീവ് വേണം. എന്തോത്തിന്? ചിലപ്പം ചെറിയൊരു മരണം കാണും. ചെറിയൊരു മരണം? ആരാടാ? അപ്പൂപ്പ മരിക്കാൻ പോവാ. ഏതപ്പൂപ്പൻ? ഞങ്ങളുടെ അപ്പൂപ്പൻ 95 വയസ്സുള്ള. എന്തിനു പോവാണ്? അവിടെ കാണാൻ കിടക്കാൻ പറയും. നിങ്ങളുടെ വീട്ടിലല്ലയോ? എനിക്കറിയാൻ വയ്യേ സാറേ. ഇപ്പം ക്ലാസ്സിൽ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ടുവന്നു കേട്ടോ. നിനക്കെന്ത് സാറല്ലേ പറഞ്ഞ ലാസ്റ്റ് ഡ്രില്ലിംഗ് ഉണ്ടെന്ന്? കൈ കൊടുത്തിട്ട് ആ ഡ്രില്ലിന്റെ കാര്യം, ഡ്രില്ലിന്റെ പീരീഡ് ഉണ്ടെന്നാ പറഞ്ഞത്. മലയാളോട്
മലയാളത്തിന്റെ ഗ്രാമർ നമുക്ക് ആദ്യം പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കർത്താവ്, കർമ്മം, ക്രിയ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭാവി, ഭൂതം, വർത്തമാനം. അപ്പൊ ആദ്യം നമുക്ക് വർത്തമാനം പറയാം. അന്നെല്ലാം എടുത്ത് വെച്ചോ, എനിക്കും അതായിട്ട്. അത് പറ. എടാ, ഗ്രാമർ പഠിക്കാം കേട്ടിട്ടില്ലേ? നടന്നുകൊണ്ടിരിക്കുന്ന എന്തിനെയാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനം. നടന്നുകൊണ്ടിരിക്കുന്നു. സാറേ, എനിക്ക് സംശയം. നടന്നുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും? ഒന്ന് ഇരുന്ന് കഴിഞ്ഞൊന്ന് നടക്കുവോ, അല്ല നടന്നു കഴിഞ്ഞിട്ടൊന്ന് ഇരിക്കുവാണെങ്കിൽ അത് അങ്ങനെ നടക്കുന്ന ഇരിയോടെ. അടുത്തത് ഭാവി. അഖില് പറയടാ, ഭാവി പറ. ഭാവി പറ. എന്ന് വെച്ചാ വരാനിരിക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭാവി കാലം. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞമ്മേ മക്കളും അതുപോലെ അവര് ഗൾഫിൽ നിന്ന് വരാനിരിക്കുക. ഒരു ഒറ്റ അടി ഞാൻ കാലം മുട്ടു തീർത്ത് തന്നാലല്ലോ. ശ്രദ്ധിക്കത്തേ ഇല്ലേ? അടുത്തത് പര്യായപദം പറ. സ്ത്രീയെ കുറിച്ച് പര്യായപദങ്ങൾ പറഞ്ഞേ സാറേ. സ്ത്രീയെ കുറിച്ച്. സ്ത്രീ, നാരി, അമ്മായി, പെണ്ണുമ്പുള്ള, ഒരുത്തിയോ വനജ ടീച്ചർ. വനജ ടീച്ചറിന്റെ പേര് പറഞ്ഞോ ഞാൻ അടിക്കുന്നില്ല. സ്ത്രീയല്ലയോ? സ്ത്രീയാ, അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല. അവനെ ഒരൊറ്റ അടി ഞാൻ തന്നെ കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അടുത്ത നീ പറയടാ, വനത്തെ കുറിച്ച് പര്യായം പറഞ്ഞു. കാണണം. അത് കാണണം, ഞാൻ അതിനു വേണ്ടി ഇരിക്കുവാ ഞാൻ. കാനനം. കാനനം. കാട്. മുതുകാട്. അതെന്റെ ഗതികേടായിപ്പോ. എന്തോ ഇടപാടാണ്. അവിടെ ഇരിക്കവിടെ. നിനക്ക് ഇതൊന്നും അറിയത്തില്ല. അതെ, ഇങ്ങോട്ട് നോക്കിയിരിക്കെ. അടുത്ത പദ്യം ചൊല്ലെ. പല പല നാളുകൾ ഞാനൊരു ഒഴിവായി. പാടാ, അനന്ത് എഴുന്നേറ്റ് പാടാ. പല 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 നാളിൽ ഞാനൊരു പല 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 നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കിലുറങ്ങി ഇരുളും വെട്ടവും അറിയാതെ അങ്ങനെ ഇരുന്ന നാളുകൾ നീക്കി ബല 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 ബാഹുബലി ഉളനീതും പായും പൂലി ഉളനീലൻ നീളത്തി പൂടി. കട്ടപ്പ പോയിരിക്കാം. ബാക്കി നീ പറഞ്ഞു. ബാഹുബലി കളിക്കുന്നു പഠിപ്പിക്കുന്ന സമയത്ത്. അടുത്ത വിഷയം കണക്കാ. പിന്നെ 5 വിഷയം വിഷയം കണക്കാ പഠിക്കുന്നത്. ബുക്ക് എടുത്ത് വെക്കാൻ. കണക്കാ പിന്നെ പഠിപ്പിക്കണം. അനന്ത് വരുന്നേറ്റേ. സാറേ, 3ന്റെ പട്ടിക അങ്ങോട്ട് ഇല്ലേ? 3ന്റെ ഒരു 3 ഒരു 3 3 ഇരു 3 അന്ന സാറും ചൊല്ലിക്ക്. ഒരു 3 3 ഇരു 3 3 അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അത് അങ്ങനെ സാറേ, സംശയം ഉണ്ടായിരിക്കും. വിളിക്കാൻ പോയി. ഹലോ, എന്തുവാ സാറേ? വനജ ടീച്ചറേ, സാറ് ക്ലാസ് എടുക്കാൻ സമ്മതിക്കൂലേ? അല്ല, ഞാനത് പറയട്ടെ. ഇവിടെ കുട്ടികളെ ഞാൻ 3ന്റെ പട്ടിക ചൊല്ലിപ്പിച്ചേ. അതിന് അപ്പൊ ഒരു സംശയമുണ്ട്. അപ്പൊ 3 വരുമോ? ഞാനെന്തിനാ സാറിന്റെ കൂടെ 3 വരുന്നേ? സാറേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ കുടുംബവും പിള്ളേരുമായിട്ട് അന്തസ്സായിട്ട് കഴിയുക. എന്റെ കുടുംബ കുളം തോണ്ടരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പെണ്ണുമ്പിള്ളയുടെ എന്തോലും പറയുമ്പോ അവര് വേറെ ഏതാണ്. സാറേ എന്താ പറഞ്ഞേ? 3ന്റെ കാര്യം ശരിയാന്ന് ഞാൻ പറഞ്ഞേ. അവരോട് പറഞ്ഞപ്പോ ഞാൻ 3 ടൂറിന് പോകുന്നുണ്ടോ അതും ഇതൊക്കെ എന്നോട് ചോദിക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യ്, 3ന്റെ പട്ടിക ഈ ക്ലാസ്സിൽ ഒരൊറ്റ ഒരെണ്ണം ചൊല്ലിയേക്കരുത്. പറഞ്ഞ കേട്ടല്ലോ. 7ന്റെ പട്ടിക എഴുന്നേറ്റുള്ള ചൊല്ലെഴുന്നേറ്റ്. ഏതാണ്ട് ചോദിക്കുന്നു. അഖിലേ, 7ന്റെ പട്ടിക ചൊല്ലാൻ. 7ന്റെ ഇല്ലയോ? അല്ല, 7ന്റെ അവൻ കേട്ടിട്ടില്ല. 7 ഇത് എഴുതിയത് ആര്? ഞാനാ. ഈ 7 14 ലോഹം. ഞാൻ കണ്ടോണ്ടിരിക്കുവോ ഇപ്പൊ? ഞാൻ കണ്ടോണ്ടിരിക്കുവാ. കൈയൊക്കെ നീട്ടിക്കോ. എഴുതിയത് ഞാന്. അവിടെ ഇരിക്കട്ടെ. ചുമന്നല്ലോ ചുമന്ന്. അടുത്തത് ഒരു മനക്കണക്കാ ഞാൻ ചൊല്ലാൻ പോകുന്നത്. മനക്കണക്ക്? അതെടുത്ത് അങ്ങോട്ട് വെക്ക. മനക്കണ ബുക്ക് വേണ്ട. എന്റെ കയ്യിൽ 7 തേങ്ങയുണ്ട്. എവിടുന്ന് കിട്ടി സാറേ? 2 എണ്ണം അഖിലിന് കൊടുത്തു. എനിക്ക് വേണ്ട, വൈകിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മനക്കണക്കാണാ? മനക്കണക്കാണോ? 3 എണ്ണം സുമേഷിന് കൊടുത്തു. ബാക്കി എത്ര തേങ്ങയുണ്ട്? സാറേ ഞാൻ ചോദിക്കട്ടെ, സാറെന്തിനും സുമേഷിന് ഇപ്പൊ തേങ്ങ കൊടുക്കാൻ പോയി? അവന്റെ വീട്ടിൽ 3 തെങ്ങുണ്ട്. ഇഷ്ടം പോലെ കാശുള്ളടുത്താണ് അവൻ. അവന്റെ സന്ധ്യക്കാണ്. സന്ധ്യയുടെ കാര്യം പറ. അല്ല, മഞ്ജുവിന്റെ വീട്ടിൽ ഒരു വകയില്ല. ഞാൻ അവൾ ചോറ് കൊണ്ടുവന്ന് മുളക് കുഴച്ച് മാത്രം കൊണ്ടുവന്ന് ഒരു തേങ്ങ കൊടുത്ത് അവള് ചമ്മന്തി അരച്ചോണ്ട് വരത്തില്ലേ? എന്താ വൃത്തിയാണ് സാറേ ഇത്? പാവങ്ങൾക്ക് വേണ്ട, ഒരു 10 കിലോ ചേർത്ത് സാധനം മേടിച്ചു കൂടെ? പിന്നെ പുണ്യം കിട്ടത്തില്ലയോ? എല്ലാം ഉള്ളടത്ത് കൊണ്ട് തേങ്ങ കൊണ്ട് മനക്കണക്ക് പറയുമ്പോ കയറി വന്നോണ്ടാ.
ഈ കണക്ക് പഠിക്കണ്ട അവിടെ അടുത്ത കണക്കിന് ബുക്ക് എടുത്തു നോക്ക് എടുത്തു നോക്ക് കണക്കിന് ബുക്ക് എടുത്തു വെക്കും. പൂരിപ്പിച്ചോണ്ട് വരാൻ ഫോമ ഉരിപ്പിച്ചോണ്ട് വന്നോ? എന്തോ ഇത്? ആ എന്തേലും അവർ പഠിപ്പിക്കാൻ പറ്റുന്ന പൈസ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ആര്? എനിക്ക് കിട്ടും, നീ കൊടുത്തോ? കേട്ടില്ല. പേര് അഖിൽ, ഫാദർ നെയിം മോഹനൻ, അഡ്രസ് ചരിഞ്ഞ വീട് മേലാൽ വയ്ക്കത്തില്ല, പെരിങ്ങനാട്. അതെന്തോടാ? ഇല്ലെന്നല്ല, ചരിഞ്ഞ വീട് മേലെത്തില്ലെന്നാ അച്ഛനാ എഴുതിയത്. അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം. വരുമാനം എത്ര? സ്വന്തമായി ഒന്നുമില്ല. വല്ലപ്പോഴും വീടിന്റെ മുകളിൽ കൂടി 2 or 3 എണ്ണം പറന്നു പോകും. അതെന്തോ വരുമാനം ഒന്ന് ചോദിച്ചേ? വിമാനം എത്രയാന്ന് പറഞ്ഞോണ്ടായി അച്ഛൻ എഴുതിയത്. നീ ഒന്നുകൂടെ പൂരിപ്പിച്ചോണ്ട് വരണം. അതിന്റെ വിമാനം മാറ്റിയാൽ മതി, വിമാനം അങ്ങ് മാറ്റിയാൽ മതി. അതിന്റെ സമയം കഴിഞ്ഞ് ഇനി അത് കൊടുക്കണ്ട. സ്കോളർഷിപ്പിലായിരുന്നു, പൈസ കിട്ടിയായിരുന്നു. അടുത്ത ഹിസ്റ്ററി ബ്ലൗസ് ഹിസ്റ്ററി പഠിപ്പിക്കാം. നിനക്കത് എനിക്ക് തരത്തില്ലായിരുന്നു. അപ്പോ ഹിസ്റ്ററി എന്നാൽ എന്ത്? പണ്ട് ആരെങ്ങാണ്ട് ഉണ്ടാക്കി വെച്ചമ്മേനാ. പണ്ടാരം കണ്ടോ ഉണ്ടാക്കി വെച്ച ചരിത്രമാണ് ഹിസ്റ്ററി. പണ്ട് നടന്ന കാര്യങ്ങളാണ് ചരിത്രമാണ്. ശരി, നീ പറഞ്ഞത് ശരിയാണ് ഒരു കണക്കിന്. ശരിയാക്കിയില്ലേ ഞാൻ? പിന്നെ അടുത്തത് 1ാം ലോക മഹായുദ്ധവും 2ാം ലോക മഹായുദ്ധവും തമ്മിലുള്ള വ്യത്യാസം പറയടാ ആനന്ദു. സാറേ, ഈ 2ാം ലോകമഹായുദ്ധം എളുപ്പമായിരുന്നു. കാരണം അധികം പണിയില്ല. ആദ്യത്തെ 1ാം ലോകമഹായുദ്ധത്തിൽ കുറച്ചുപേരൊക്കെ മരിച്ചല്ലോ. ഒരു 4 മണി ആയപ്പോഴത്തേനും എല്ലാം പരിപാടി ഒതുക്കി വാളും എല്ലാം കഴുകി വെച്ച് അവർ 4 ആയപ്പോഴത്തേനും എല്ലാവരും വീട്ടിൽ വന്നു. പിന്നെ സാർ ഒന്നുകൂടല്ലേ, 1ാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തവർ 2ാം ലോകമഹായുദ്ധത്തിൽ ഇല്ലായിരുന്നു. മഹായുദ്ധവും 2ാം ലോകത്തും നീ ഒന്നും പഠിക്കുകയും വേണ്ട, നീ ഒന്നും പഠിപ്പിക്കുന്നുമില്ല. അത് ആഹാ എന്തോ ഞാൻ ഓർത്തിരിക്കുവാൻ. അടുത്ത കേട്ടോ. ഇപ്പം ഇന്ത്യയുടെ ധീര വനിത ആര്? സ്പെഷ്യൽ പാസ്. അനന്തോ? എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇന്ത്യയുടെ ധീര വനിത സ്പെഷ്യലി ചേർത്തടാ അതിനകത്ത്. ഝാൻസി റാന്നി. സാറേ, ഇത് ധീരവനിതയാന്ന് എനിക്കറിയാം. ഞങ്ങളുടെ നാട്ടുകാരാന്ന് ഞാനിപ്പോഴും അറിയുന്നത്. റാന്നിക്കാരിയാ ഝാൻസി റാന്നി. ഝാൻസി റാന്നി. സാറ് സംശയം ഉണ്ടെ വിളിച്ചു ചോദിച്ചു. ഝാൻസി റാന്നി വരാൻ വഴിയില്ലല്ലോ. ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വഴി ഇട്ടു. ഹലോ, ഝാൻസി റാണി. ഝാൻസി റാണിയോ? അല്ല, സോറി, ഇന്ത്യയുടെ ധീര വനിത ടീച്ചറെ. എന്തുവാന്ന്? അല്ല, ഇന്ത്യയുടെ ധീര വനിത ആരാന്നറിയാമോ ടീച്ചറെ? കാർത്യായനി. എന്താ പറഞ്ഞു സാറേ? കാർത്യായനി. അതാരാ? നൈസായിട്ട് അവരെന്റെ തള്ളക്ക് വിളിച്ചതാ. ഇന്നാ നല്ലൊരിടം കിട്ടിയത്. അടുത്തടുത്ത് നോക്ക. അടുത്ത കോള് വരുന്നുണ്ടാ. വിമാനം കണ്ടുപിടിച്ചത് ആര്? ലെഫ്റ്റ് സഹോദരന്മാര്. ലെഫ്റ്റ് അല്ല, റൈറ്റ് സഹോദരന്മാർ. കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് പോയ കാര്യ പറഞ്ഞേ. ലെഫ്റ്റ് കണ്ടുപിടിച്ചിട്ട് അവര് പിന്നെ അവിടെ നിൽക്കുവോ? നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണത്തെ കുറിച്ച് ഒരു 5 വാക്ക് പറയടാ. അത്തപ്പൂക്കളം ഇടും, ഉപ്പേരി ഉണ്ടാക്കും, ഉറിയടിക്കും, അച്ഛന്മാരെല്ലാം വെള്ളം അടിക്കും, ഞാനും അടിക്കും. ഞങ്ങളുടെ മാമൻ ചിറ്റപ്പനെ ചവിട്ടി അന്ന് കേട്ടിട്ട് അത് പറയണം അവിടെ. എല്ലാ അലമ്പും പറയണ്ട, കുറച്ചൊക്കെ പറഞ്ഞ. ഓണത്തിന് നിന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യമല്ല പരീക്ഷ പേപ്പറിനകത്ത് എഴുതി വെക്കേണ്ടത്. ഇതിന് ഞാൻ ഉത്തരം പറയേണ്ടതാ. പേപ്പർ നോക്കുന്നത് ഞാനാ. അവിടെ ഇരിക്കും. കാണിച്ചാൽ എത്രയായി സംസാരിക്കാൻ. ഇതിന്റെ ഒരു ബുക്കിലില്ലാത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഏതാ? നീ പൊറോട്ട. നിനക്കോ? എനിക്കും പൊറോട്ട. യെസ്. അപ്പൊ ഈ പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാവ് ഏതാ? മാവോ? ഇന്നാളെ നീ ഇതുപോലെ ഒരു ചീത്ത പറഞ്ഞതാ കേട്ടോ. ഞാൻ മൈദ കറക്റ്റ് ഉത്തരം. മൈദ ആരാ പറഞ്ഞ? ഞാനാ പറഞ്ഞേ. മൈദ അവിടെ പോയിരിക്കും. ശരിയാക്കിയപ്പോഴത്തേന് മൈദ. ഇന്നാൾക്ക് ഇതുപോലെ പറഞ്ഞ ഞാൻ അടിമടിക്കുവാൻ നോക്കിയതാ. ഞാൻ മതി. എന്തോ ചോദിച്ചാലും നിനക്ക് ഭൂമിശാസ്ത്രത്തിന്റെ പുസ്തകം കൊണ്ട് എടുക്കും. ഭൂമിശാസ്ത്രത്തിന്റെ പെട്ടെന്ന് എടുക്കണേ. ഭൂമിശാസ്ത്രം. ആനന്ദുവേ, എന്തോ നിന്നോട് ആദ്യം ചോദ്യം, മഴ ഉണ്ടാകുന്നത് എങ്ങനെ? മഴ കടലിലെ വെള്ളം സൂര്യതാപേറ്റ് നീരാവിയായി ചെവി അറിയാതെ ഒരു മനുഷ്യനറിയാതെ മേളിൽ ചെല്ലും. മണ്ട ചെന്ന് എന്തോ സെറ്റപ്പ് ഉണ്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് താഴോട്ടൊരു കീച്ചു മഴ. അനുഭവിച്ച് അങ്ങനെ പറഞ്ഞതിനകത്ത് ശരി ഉത്തരവുണ്ട്. അതാ ഞാൻ പറഞ്ഞു. ഇങ്ങനെ വിക്ക് അത് നേരിട്ടങ്ങ് പറയായിരുന്നോ? ഉള്ളായിരുന്നോ? അവിടേക്ക് ഭൂമിയുടെ ആരം ആദ്യമായി കണക്കാക്കിയത് ആര്?
എടത്തു അനീഷ്. എടത്തു അനീഷോ? എന്തുവായിരുന്നു അത്? എടാ എറത്തോസ്തനീസ്. അറിയാൻ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അഖിലേ, നീ വന്ന് പെട്ടെന്ന് നീ വന്ന്. നമ്മുടെ സ്റ്റാഫ് റൂമിന്റെ തൊട്ടപ്പുറത്തൊരു ജനലിലെ ഗ്ലാസ് പൊട്ടിയിരിക്കുക. അത് ഞാൻ മാറണോ? നീ മാറണമെന്നാണ് പറഞ്ഞത്. അതിന്റെ അപ്പുറത്തൊരു ഗ്ലോബ് ഇരിപ്പുണ്ട്, പോയി എടുത്തോണ്ട് വരാൻ പറ്റും. ഗ്ലോബോ? എടാ ഒരു നീല അരിവാളിനകത്ത് ഒരു നീല പന്തിരുന്ന് കറങ്ങത്തില്ല അത്. അത് പറ, മനസ്സിലാവുന്ന ഭാഷ പറ. എളുപ്പെടുത്തോണ്ട് വാടാ, എടുത്തോണ്ട് വാ. എനിക്ക് അടുത്ത കോൾ വരുമല്ലേ. എന്താ കറക്കുന്നേ? ഈ ഭൂമി കറങ്ങിയില്ലെന്ന് പറഞ്ഞു എന്നെ പിടിച്ചിട്ട് അടിക്കാനോ? ഇങ്ങോട്ടൊന്നേ. ഇതാണ് ഗ്ലോബ്. ഗ്ലോബ്. ഈ ഭാഗത്ത് കാണുന്നത് എന്താണെന്ന് അറിയാമോ? പാകിസ്ഥാൻ. ഇടിക്കട്ടെ, നമ്മൾ ശത്രു രാജ്യമല്ലേ? എടാ അത് പാകിസ്ഥാൻ. ഇത് ഇടിച്ചാ ഇത് പൊട്ടി പോകത്തില്ലേ? ഇതൊരു ഗ്ലോബാ. ഇനി അടുത്തത് ഈ കാണുന്നതാണ് ശ്രീലങ്ക. ശ്രീലങ്ക അതാണോ സാറേ? ഇന്ത്യയുടെ താഴെ കാണാം. ഇതാ ശ്രീലങ്ക. പക്ഷെ മനുഷ്യനെ ഈ ശ്രീലങ്ക വിടരുത്. ഏത് സമയം അത് പറഞ്ഞ് വെള്ളത്തിൽ പോകും. ആ പരുവത്തിൽ നിൽക്കും അത്. പോയിരിക്കണം. ശ്രീലങ്ക പറഞ്ഞ് വെള്ളത്തിൽ പോകുന്നു. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതിൽ നിന്നും നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? കായ്ഫലമുള്ള മരത്തിൽ ചോട്ടി അങ്ങനെ പോയി ചിന്തിച്ചിരിക്കരുത്. എന്ത് മനസ്സിലാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരീക്ഷണം കണ്ടെത്തിയില്ലയോ? പരീക്ഷണമല്ല. ഓക്കെ, ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ വർഷം. സാറേ എന്ന് ഈ പറഞ്ഞ ഒരു ആപ്പിൾ വീണ് തല വീണ് ഒരുത്തം കിടക്കുമ്പോ ഉടനെ കലണ്ടർ എടുക്കാനാണോ പോകുന്നത്? ആശുപത്രി കൊണ്ടുള്ള ഏർപ്പാട് ചെയ്യണം. ഇപ്പൊ തന്നെ ഈ മരത്തിന്റെ ഒരു കമ്പ് സാറിന് തല്ലല്ല കൊടിഞ്ഞു വീണു. ഞാൻ ഈ ഡേറ്റ് നോക്കാൻ പോവാ, സാറിനെ കൊണ്ട് പോവാ. ആശുപത്രി കൊണ്ടുപോകും. നടന്നതാ. അപ്പൊ പിന്നെ എന്നാന്ന് എങ്ങനെ അറിയുന്നേ? ആർക്കറിയാം? ആപ്പിൾ എന്തായാലും വീഴും. മതി. ഒന്നാമത്തെ കാര്യം സത്യം പറഞ്ഞ സാറിന്റെ ക്ലാസ്സിൽ അങ്ങ് ബോറടിയാ. പിന്നല്ലേ വേറെ ആരുമില്ല ഇവിടെ പഠിപ്പിക്കുക. 5 വിഷയം സാറ് തന്നെ. ആ ടൂർ പോയി പിള്ളേർ വരുമോ? അതും ഇല്ല. വേറെ ആരുമില്ലെന്ന് ആര് പറഞ്ഞു? വേറെ ടീച്ചർ ഒരുപാട് പഠിപ്പിക്കാൻ. ടീച്ചർ വരുവോ? ഏത് ടീച്ചർ? വനജ ടീച്ചർ വരുവോ? വരുമടാ. ക്ലാസ് റൂമിന്റെ 3-ാം ഭാഗം നേരത്തെ 2 ഭാഗം പോലെ ഗംഭീരമായിട്ടുണ്ട്. നല്ലൊരു കൈഡി പ്രചോദേട്ടാ. ഈ 3-ാം ഭാഗവും കിടുക്കി തന്നെ അടിപൊളിയാണ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് 101 എപ്പിസോഡ്. ഒരു പ്രോഗ്രാം 100 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ആ 100 എപ്പിസോഡിനുള്ളിൽ നിങ്ങൾ ചെയ്ത മിക്ക സ്കിറ്റുകളും നല്ല വൈറലായി എന്നുള്ളതാണ് നിങ്ങളുടെ ടീമിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. 100 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ പരിപാടി വേറെ ലെവൽ എത്തിയെന്നാണ്. തീർച്ചയായിട്ടും. കാരണം അതിൽ എടുത്തു പറയേണ്ടത് അതിലെ കഥാപാത്രങ്ങളെ ജനം സ്വീകരിച്ചു എന്നുള്ളതാണ്. ടീച്ചറും അതെ, പൊടിയും കൊച്ചേട്ടൻ. പിന്നെ എനിക്ക് തോന്നുന്നില്ല ജീവ, ഒരുപാട് കലാകാരന്മാർ വളർന്നു പോകുന്നുണ്ട്. അതിനിടയിലൊക്കെ ഇവർ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്നും സമയം കണ്ടെത്താറില്ല. പക്ഷെ ഇതിന് ഏറ്റവും വലിയ അത്ഭുതം ഈ 100 എപ്പിസോഡിനുള്ളിൽ പൊടിയും കൊച്ചേട്ടൻ്റെ കടയെന്ന് പറഞ്ഞൊരു കടയും തുടങ്ങി. അതെ, തീർച്ചയായിട്ടും. അതും ഹിറ്റ്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭയങ്കര ലൈഫായിരുന്നു കേട്ടോ. ഈ കളി എന്ന് പറയുന്ന കാര്യം എനിക്കതിനകത്ത് സുജിത്ത് വനജ ടീച്ചറെ വിളിച്ചിട്ട് ഫോൺ ചെയ്ത് ആ ടീച്ചർ എന്തൊക്കെയാണ്ടൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു പോകുന്ന ചില സാധനങ്ങൾ അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ് 3 പേർക്ക്. താങ്ക് യു പ്രചോദേട്ടാ. ഷാജൻ ചേട്ടാ നന്നായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു. കാരണം എനിക്ക് നിങ്ങളുടെ ഒരു ഭയങ്കര ഒരു ബ്രില്യൻസ് എനിക്ക് ഫീൽ ചെയ്തത്, ഫസ്റ്റ് നിങ്ങൾ സ്കൂളിൽ ചെയ്തപ്പോൾ ഒരു സാധാ സ്കൂളിൽ ചെയ്യുന്നു, സെക്കൻഡ് വന്നു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ കോസ്റ്റ്യൂമിലൊക്കെ ഒരു മാറ്റം വരുത്തി, എന്താണ് ഒരു +1 ഒക്കെ ആയോ എന്നൊക്കെ നമുക്ക് തോന്നത്തക്ക രീതി അവിടുന്ന് കുറച്ച് മാഷിന് കൂടുതൽ തമാശകളിലേക്ക് വന്നു. വനജ ടീച്ചറിനെ കൊണ്ടുവന്നു. ആ ഒരു കണക്ഷൻ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കി. കുറേ നല്ല തമാശകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം എടുത്ത് പറയേണ്ടത് വളരെ ബാലിശമായ 1-2 തമാശകൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എടുത്ത് പറയണം. ബെറ്റർ ആയിട്ടല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. അതേ നിങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ തമാശകളും വലിയ പൊട്ടിച്ചിരികളുമായിട്ട് ഇനിയും സൂപ്പർ ഹിറ്റ് സംഭവങ്ങൾ നിങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. അതിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. ഇവർക്ക് ആദ്യമുള്ള കയ്യടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ് റൂം 1, 2, 3 അതെ, അതിങ്ങനെ കണക്ട് ചെയ്ത് വരിക എന്ന് പറയുന്ന ഒരു വലിയ ഘടകം തന്നെയാണ്. 4ാമത്തത് വരികയാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുക 4ാമതൂടെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമായിരുന്നു. ഭാഗങ്ങളുള്ള ഒരു സ്കിറ്റ്. പിന്നെ 1-ലും 2-ലും ഉള്ള ഒരു കുറവ് ഇതിലുണ്ട്. കാര്യം 1-ലും 2-ലും ചിരിക്കാതെ ഇരിക്കാനുള്ള സമയം നിങ്ങൾ അതിൽ തന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇതിൽ അതുണ്ടായിരുന്നു. ചില ഭാഗങ്ങളിൽ നമ്മൾ ചിരിക്കാതെ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് പിന്നെ ഒരു 2 കൗണ്ടർ കഴിഞ്ഞ് 3ാമത്തേലാണ് പിന്നെ ഒന്ന് ചിരിക്കാൻ കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ലത് മാത്രം ചേർത്ത് വെച്ചങ്ങ് ചെയ്യാമെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം വരികയില്ല, ലാഗ് ഫീൽ ചെയ്യത്തില്ല. അപ്പം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പം ഈ 4ാമത്തേൽ ഞങ്ങൾ ഇതേപോലെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം നന്നാക്കുക. പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? ഹാപ്പിയാണോ അവരെല്ലാം? ഓ, അത് മതി. അത് കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ആർട്ടിസ്റ്റുകളുടെ. വലിയ കാര്യമാണ്, വലിയ സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചും. വന്നിട്ടുണ്ടോ? ഈ ഒരു സന്തോഷത്തില് നമ്മള് ആ കാര്യപരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവരുടെ 3 പേരുടെ ഒരു പ്രൊഫൈല് നമുക്കത് കാണാം. ഓക്കെ.
ഉള്ളിൽ ഇഷ്ടം ബഹുത്ത് മനസ്സിൻ മടിയിലല്ല എന്നും ഇരിപ്പ് മനസ്സിൻ മടിയിലല്ല എന്നും ഇരിപ്പ്. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് 15 വർഷമായി. ഒരുപാടടുത്ത് അവസരം ചോദിച്ചു പോയിട്ടുണ്ട്. എല്ലാവരും നമ്മളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എനിക്ക് നേരത്തെ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു, ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഒന്ന് മറിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കഴുത്തിന് ഡിസ്കിനൊക്കെ പ്രശ്നമായതുകൊണ്ട് ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വലുതായിട്ട് തിരികെയൊന്നുമില്ല. വലിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ വർക്കെന്ന് പറയുന്നത് പെയിൻറ്റിങ് ആയിരുന്നു. പെയിൻറ്റിങ് വർക്കുമായിട്ടൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനൊരു ചിന്തയില്ലായിരുന്നു. ഒരിക്കലും ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ വന്ന് കുറച്ച് പേരൊക്കെ അറിയുമെന്നുള്ളൊരു ഇതൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഷോയാണ്. ചാനലിലൊക്കെ പോകുന്നതായിരുന്നു. അപ്പം പെട്ടെന്ന് മറ്റൊരു ചാനലിലേക്ക് എനിക്ക് ഒരു പ്രോഗ്രാം ഇല്ലാതെ വന്നപ്പോഴാണ് ഫ്ലവേഴ്സ് ടിവിയുടെ ഐറ്റം പറയിലെ ഓഡീഷൻ അറിയുന്നത്. സുജിത്ത് ഞാൻ കൂടെ നേരത്തെ കമ്പനിയാണ്, ഞങ്ങൾ പ്രോഗ്രാമിനൊക്കെ പോകും. അങ്ങനെ കമ്പനി ആയിരുന്ന സമയത്താണ് സുജിത്തിനോട് ഞാൻ പറഞ്ഞത്, സുജിത്ത് നമുക്കിങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് പോയി നോക്കാം. അപ്പം കൂടെ 2 പേര് 3 പേര് വേണമെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പം 2 പേരോട് എങ്ങനെ ഒപ്പിക്കാം എന്ന് ആലോചിച്ചപ്പോഴാണ് ഇതേ ചിന്തയാണ് അവർക്കും ഉണ്ടായത്. സുജിത്തിനും ഹരിക്കും അവരും ഒരാളെ വേണം എന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണ് ഞങ്ങൾ 3 പേരും കൂടെ ഒന്നിക്കുന്നതും പ്രോഗ്രാം ഇതുവരെ ചെയ്തത്. ഇന്നിപ്പോൾ എവിടെ ഇറങ്ങി തോന്നിയില്ലായാലും പത്തനംതിട്ടയായാലും ഇറങ്ങി തന്നെ ആൾക്കാർ പറയുന്നത് വനജ ടീച്ചറേ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കാണിച്ച് പെട്ടെന്ന് പോകുന്ന തിരിച്ചറിയുന്നു. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ളവരും അതുപോലെ 10-60 വയസ്സ് വരെ പ്രായമുള്ളവർ വരെ നമ്മളെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയും നമ്മളെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഭയങ്കര സന്തോഷം, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സന്തോഷം. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ഇപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഇപ്പം പത്തനാപുരത്ത് 26 എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട്. തട്ടുകടയിൽ ചായക്കട തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞു എൻ്റെ കടയുടെ പേരെന്തോന്നറിയാം. അവനെ അറിയത്തില്ല. ഞങ്ങൾ ചെയ്ത കഥാപാത്രം ജനങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നറിയാം. അപ്പം ഞങ്ങൾ അത് തന്നെ കടയ്ക്ക് ഇടാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പൊടിയും കൊച്ചാട്ടൻ്റെ ചായക്കട എന്ന് പേരിട്ടു. അങ്ങ് ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ രാജേഷിന് പറഞ്ഞ, രാജേഷ് ഫ്ലോറിൽ വെച്ചാൽ നീ ഇത് പറയണം, നമ്മൾ നമുക്ക് ഒരു കച്ചവടം ഞാൻ തുടങ്ങിയിട്ടുണ്ട്, അതൊന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ രാജേഷ് ഫ്ലോറിൽ വെച്ച് അത് പറയും. പിന്നെ ആ കടയിൽ പിന്നെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഞങ്ങളിവിടെ വന്നിട്ട് പിന്നെ ഭയങ്കര ഞങ്ങളെ കണ്ടിട്ട് ആൾ കൂടി, അവൻ്റെ കച്ചവടം നല്ലപോലായി. അപ്പോൾ ഇവൻ ഞങ്ങളോട് പറഞ്ഞത്, അല്ലേ നിങ്ങളിപ്പോഴേ പോകരുത്, നല്ല കച്ചവടം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ പിടിച്ചു വെച്ചായിരുന്നു. അപ്പോൾ അവനേലും അങ്ങ് നന്നാകട്ടെന്ന് ഓർത്ത്. നല്ല കച്ചവടം, സൂപ്പർ കച്ചവടം. ഇത് കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതോടുകൂടിയാണ് അങ്ങനെ ചായക്കട തന്നെ വിജയിക്കാൻ കാരണം. എൻ്റെ പേര് സുജാത എന്നാണ്. ഞാൻ രാജേഷ് കൊട്ടാരത്തിൻ്റെ ഭാര്യയാണ്. 19 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞ മുതലേ എനിക്കറിയാം അണ്ണന് കലയോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം. കുടുംബത്തെക്കാട്ടി സ്നേഹം കൂടുതൽ കലയോടാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു കലയുടെ പേരും പറഞ്ഞ് എപ്പോഴും വഴക്കുണ്ടാവാറുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് കല മാത്രം പോരല്ലോ, ക്യാഷ് വേണ്ടേ ജീവിക്കാൻ. ഇന്ന് ആലോചിക്കും, ഓരോന്നൊക്കെ ആലോചിച്ചിരുന്ന് എഴുതൊക്കെ. അപ്പോഴൊക്കെ ഞാനിരുന്ന് എൻ്റെ വായ വരുന്നു എന്നൊക്കെ ഞാൻ പറയുവാണെന്നെ. ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ, ജോലിക്ക് പോകണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അണ്ണനെ കുറ്റപ്പെടുത്താറുണ്ട്. ഞാൻ ഒരുപാട് അവരെ ഓരോന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇപ്പം അണ്ണനിൽ എനിക്കൊരു അഭിമാനമുണ്ട്. പിന്നെ എല്ലാ കലാകാരന്മാരെ പോലെ എൻ്റെ മനസ്സിൽ സിനിമയാണ് ലക്ഷ്യം. സിനിമയിൽ എത്തണമെന്നാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇതെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ പറയും ഞാൻ ഇപ്പം അങ്ങ് സിനിമയിൽ ചെല്ലും, പക്ഷേ ഇത്രയൊക്കെ ആയെങ്കിൽ എൻ്റെ അണ്ണ ഇനി സിനിമയിലെത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇവിടം വരെ ദൈവം തമ്പുരാനും നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമെന്നാണ് 100% എൻ്റെ വിശ്വാസം. അപ്പോൾ ഏറ്റവും വലിയ സ്വപ്നം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു 5 സെൻറ്റ് സ്ഥലം മേടിച്ച് അതിൻ്റെ വീട് വെച്ച് താമസിക്കണം. അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. മരിച്ചാൽ അടക്കാൻ പോലും ഒരു സെൻറ്റ് ഭൂമി എനിക്കില്ല, വാടകയ്ക്കാണ്.
ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം സ്ഥലം മേടിച്ച് വീട് വെച്ചിട്ട് ഇവരെ ഒന്ന് സേഫ് ആക്കണം. ലൈഫിൽ ഈ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് താമസിക്കാൻ വാടക വീട് മാത്രമല്ല, ഞങ്ങൾക്കൊരു വീട് വേണം. ഏറ്റവും വലിയ സ്വപ്നമാണ് ഞങ്ങളുടെ. കാരണം ഒരുപാട് പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാനും എൻ്റെ മക്കളൊന്നും വലിയ സപ്പോർട്ടൊന്നും കൊടുക്കാറില്ല. ഞാൻ നേര് പറയുകയാണെങ്കിൽ ഇത്രയും വർഷത്തിന് ശേഷം ഈ ലാസ്റ്റ് കണ്ട സ്കിറ്റുണ്ട് സ്കൂളിൽ, അത് കണ്ട് ഒരുപാട് ചിരിച്ച്. ഞങ്ങൾ ഫാമിലിയോടായിരുന്നു കണ്ട. അന്ന് അണ്ണനുണ്ടായിരുന്നു, പിള്ളേരും ഞങ്ങളെല്ലാം. അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അണ്ണൻ്റെ ഒരു പ്രോഗ്രാം കണ്ട് ചിരിക്കുന്നത്. പക്ഷേ ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളായാലും പറയും സ്കൂളിൽ, ചാച്ച ഇതുപോലെ സ്കൂളിൽ നിന്ന് വിളിച്ച് ടീച്ചർ ഇങ്ങനെ പറയുന്നത്, ടീച്ചർ ചാച്ചനെ കാണണമെന്ന് പറയുന്ന അവിടെ പ്രോഗ്രാമാണ്. സാറുമാരൊക്കെ ഭയങ്കര ഇത്. 2 പേരെ സ്കൂളിലായാലും എല്ലാ സാറുമാരും ഇപ്പോൾ തിരക്കുന്ന അവളുമാർക്കിപ്പോൾ ഒരു അഭിമാനമാണ്. ഞാൻ ശരിക്കും അങ്ങനെ വഴക്ക് പറഞ്ഞല്ല. അണ്ണൻ ഞങ്ങളോട് കാണിക്കുന്ന ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ അണ്ണനെ ഒരുപാട് ദുഷിച്ചിട്ടുണ്ട്. അങ്ങനെ അത്രയ്ക്ക് പ്രയാസങ്ങളുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇപ്പം എനിക്കൊരു അഭിമാനമുണ്ട് എൻ്റെ മക്കൾക്കും. ഞങ്ങളുടെ ഒരു ഒത്തൊരുമയാണ് കറക്റ്റ് ഞങ്ങളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അതായത് ഒരു സ്കിറ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ 3 പേരും ചിന്തിക്കുന്ന ഒരേ കാര്യങ്ങളായിരിക്കും. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൾ ആ കൗണ്ടർ കയറത്തില്ല, വേണ്ട ശരി വേണ്ട, ആ ഒരു മനസ്സ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളത് അവർക്കും അറിയാം, അവരെന്താ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്കും അറിയാമായിരുന്നു. അങ്ങനെ ഒരു കോമ്പോ ഞങ്ങളുടെ ഇത് വർക്കൗട്ടായിട്ട് പോകുന്നുണ്ട്. രാജേഷ് കൊട്ടാരത്തിലും ടീമിനൊരു നല്ല കൈയടി. ഈ ഒരു സമയത്ത് വേറെ 3 പേരുടെയും ഫാമിലി മെമ്പേഴ്സ് ഒന്ന് എത്തിയിട്ടുണ്ട്. അവരെയും കൂടെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം പ്ലീസ്. രാജേഷ് ബ്രോ, ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? പത്നിയെ മനസ്സിലായി, പേരെന്തായിരുന്നു? സുജാത. ഇപ്പൊ സന്തോഷമായോ? ഇനിയിപ്പോ കരയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ആഗ്രഹം പോലെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. ഇത് മൂത്ത ആളാണ്, നമ്മുടെ ദേവനന്ദ. ഹായ് ദേവനന്ദ, എത്രല്ല പഠിക്കുന്നത്? +1. ഏത് സ്കൂളിലാ? അടൂർ ബോയ്സ്. ഇത് ഇളയാള്. പേര് പറഞ്ഞ പോലെ ദേവിനന്ദ. ദേവിനന്ദ എത്രല്ല പഠിക്കുന്നത്? 9. അച്ഛന് ഭയങ്കര ഫാൻസ് അല്ലേ? ആണല്ലേ? ഓക്കെ, അടുത്ത ആള്. അത് എൻ്റെ മൂത്ത ജ്യേഷ്ഠനും മൂത്ത ചേച്ചിയാണ്. ചേട്ടന്റെ പേര്? സുരേഷ്. ചേട്ടൻ എന്താ ചെയ്യുന്നത്? അഗ്രികൾച്ചറിൽ വർക്ക് ചെയ്യുന്നു. കാസർഗോഡ്. ഓക്കെ. ചേച്ചിയുടെ പേര്? സുജാത. എങ്ങനെയുണ്ട് ഇതിന്റെ ഫാൻസ് ഒക്കെ? ഇഷ്ടംപോലെ ഉണ്ട്. വീട്ടിന് സപ്പോർട്ട് ഉണ്ട്. ആണോ? ഞങ്ങളെല്ലാവരും അവന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. കാരണം വീടിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. സഹോദരൻ ഇപ്പോഴും അച്ഛന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. അവൻ്റെ വിദ്യാഭ്യാസം തന്നെ ഒത്തിരി അവനെ പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ നിമിഷം വരെ അവന് ഈ ഫ്ലോറിൽ വന്നതോടുകൂടിയാണ് അവനെ ലോകരറിയപ്പെടുന്നത്. പ്രേക്ഷകർ അവരോട് വേണം വലിയൊരു കയ്യടി അവർക്ക് കൊടുക്കണം. അങ്ങനെ തന്നെ പോട്ടെ. ഒരുപാട് ആൾക്കാരിലേക്ക് ഇനിയും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3 പേരും. അടുത്താര്? ഇതെന്റെ വൈഫാ. പേര്? സജിത. പറയൂ, ഞങ്ങളോട് സന്തോഷം പറ. ഈ ഫ്ലോറിന്റെ ഇവിടെ വന്നതിന്റെ ഇവർക്ക് 3 പേർക്ക് ഇത്രയും ഫാൻസ്, പൊടിയും കൊച്ചാട്ടന്റെ കട, എന്തൊക്കെ സന്തോഷം പറയാനുണ്ട്? ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പറഞ്ഞാൽ തീരത്തില്ല. കാരണം ഞങ്ങള് ഫാമിലി കാരണം ഒരു ഫാമിലി ഫുള്ള് 2 ചേട്ടന്മാരുണ്ട്. അവര് ഹരികെട്ടിനെ കഴിഞ്ഞും നല്ല കോമഡി പറയുന്നവരാണ്. അവരെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് വീട്ടില്. ഇത്രയും ആൾക്കാർ അറിയും, എല്ലാരും കാണുമ്പോഴൊക്കെ വന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമല്ലേ? അതെ. എന്റെ വൈഫാന്ന് അറിഞ്ഞോണ്ടേ പിന്നെ കൂട്ടുകാരുടെ നമ്പർ മേടിച്ചിട്ട് ഇവിടെ വിളിക്കും. പുള്ളിക്കാരി പിന്നെ ഞാനല്ലേ നടക്കുന്നേ. അതെ, ഞാൻ തന്നെ. എന്തായാലും സന്തോഷമല്ലേ? അഭിമാനമുണ്ട്. ഇത് മോളോ? ഇത് മകള്. ചേട്ടന്റെ മകള്. പേര് പറഞ്ഞു. പേര്? മഞ്ജിമ. എത്രല്ല പഠിക്കുന്നത്? +2. ഏത് സ്കൂളിലാ? MS. ആണോ? സ്കൂളിലെ പിള്ളേർക്കൊക്കെ അറിയോ? അച്ഛനറിയോ? അവരെന്തൊക്കെ പറയും, എന്തൊക്കെ ചോദിക്കും? പരിപാടി കാണുന്നുണ്ടെന്ന് പറയും. പപ്പയുടെ ഭയങ്കര ഫാനാന്ന് പറയും. അടിപൊളി. അല്ല ഷാദനെ, അവള് വന്നപ്പോ ഒരു കംപ്ലൈന്റ് പറഞ്ഞു. കംപ്ലൈന്റ് അല്ല, നടന്നു പോകുമ്പോ എല്ലാരും വനജ ടീച്ചർ എന്ന് വിളിക്കുന്നു. മുത്ത പേര് പറയടാ. ജ്യോതിഷ്. എത്രല്ല പഠിക്കുന്നേ? +1. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് സംസാരിക്കാറുണ്ടോ? അവര് നല്ല സപ്പോർട്ടാ. ആണോ? ജ്യോതിഷ് തമാശയൊക്കെ പറയോ? അല്ല, ഹരി പറഞ്ഞൊരു തമാശയാണ് ജ്യോതിഷ്. പ്രേക്ഷകരുടെ ഒരു അറിവിലേക്ക് വേണ്ടി പറയാണ്, ഇവരുടെ ആദ്യത്തെ ഒരു 1-2 സ്കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ
ഒരു അല്ലേ ഒരു ടെൻഷനും ഇവരെങ്ങനെ ആകുമെന്ന് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ ഡയറക്ടർ നമ്മുടെ അർജുൻ അദ്ദേഹം അപ്പോഴും പറയുന്നുണ്ടായിരുന്നു, ഇല്ല ഏട്ടാ ഇവരുടെ ഒരു സാധനം ഉണ്ട് അല്ലെ, ഇവരുടെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ, അത് അമ്മാരൊന്ന് ട്രാക്കിലോട്ട് വീണ് കഴിഞ്ഞാൽ അത് പൊളിക്കും. ഞാൻ അപ്പോഴും സംശയിച്ചു അർജുൻ എന്തൊരു ധൈര്യത്തിന്റെ പുറത്താണ് അർജുൻ ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായി, അത് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാം, എനിക്കത് തോന്നിയിട്ടില്ലായിരുന്നു. ഗ്രൂമേഴ്സിന്റെ എല്ലാവരുടെയും ഒരു വലിയ സഹായം നിങ്ങൾക്കുണ്ടെന്നുള്ള ഒരു സംശയമില്ല. പക്ഷെ അതിനൊപ്പം നിങ്ങളുടെ ഹാർഡ് വർക്കും തീർച്ചയായിട്ടും അതാണ് എടുത്ത് പറയണത്. നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ എല്ലാ കാര്യം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്ക് തന്നെയാണ് ഇതിന് ഏറ്റവും നിങ്ങൾ കൈയടി നേടുന്നത് തന്നെയാണ്. പിന്നെ രാശ ഒരിക്കലും വിഷമിക്കണ്ട, നിങ്ങളെ ഇവിടം വരെ ദൈവം എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങളെ അങ്ങോട്ട് ദൈവം കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് വീടിൻ്റെ കാര്യത്തിനാണെങ്കിലും കുടുംബത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും സുഹൃത്തിൻ്റെ കല്യാണത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും ഒക്കെ ദൈവം ഓരോന്നൊരു കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അത് ആ സമയത്ത് വന്നിരിക്കും. സിനിമയൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങൾ മെല്ലെ മെല്ലെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക, എല്ലാം നല്ലത് സംഭവിക്കും, ഉറപ്പാണ്. നമ്മളിനി എന്തൊക്കെ ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നൊരു നല്ല ഫാമിലി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ടെൻഷൻസും മാറും. ഇനിയും ഈ പറയുന്ന പോലെ ഒരുപാട് നല്ല എപ്പിസോഡുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സുജിത്തെ, ഇനി കല്യാണം കഴിക്കുമ്പോൾ ഇതുപോലെ നല്ല ഫാമിലി, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കിടിലൊരു വൈഫ് വന്നു ചേരട്ടെ, നല്ല സപ്പോർട്ടുകൾ കേട്ടോ. രാജേഷിന്റെ വൈഫിന്റെ ഒരു ബൈറ്റ് നമ്മളിവിടെ കണ്ടു, കണ്ണ് നിറയുന്നൊക്കെ കണ്ടു. ചേട്ടനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടോ പണിക്ക് പോകുന്നില്ലേ? അത് അനുഭവിക്കുന്ന ഒരുപാട് കലാകാരന്മാർ ഉള്ളൊരു സമൂഹമാണ് നമ്മുടേത്. ഒരിക്കലും നമ്മുടെ വീട്ടുകാരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവർക്ക് നമ്മളെപ്പറ്റി ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഓരോ സമയം കഴിഞ്ഞു പോകും തോറും അത് നടക്കാതെ വരുമ്പോൾ അവർക്കൊരു നിരാശ ഉണ്ടാവും, മുമ്പോട്ടുള്ള ഭാവി എന്താകും എന്നുള്ളൊരു പേടി ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു പ്രതിനിധിയാണ് സത്യം പറഞ്ഞാൽ രാജേഷിന്റെ ഭാര്യ. അല്ല, അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ. അതെ, ഞാൻ പണ്ട് പോലെ അറിയാവുന്നതാണ്. അതിൻ്റെ ഒരു തെളിവാണ്. ഞാൻ റെയിൽവേ പുറമ്പോക്കിൽ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും കല്യാണം കഴിഞ്ഞതിന് ശേഷം വൈഫ് ഇതേപോലെ പറയും, നിങ്ങൾ ഈ മീമിക്കറിയായിട്ട് നടന്നാൽ മതിയോ, എന്തെങ്കിലും ഒരു വട്ടം മീനെല്ലാം എടുത്ത് വിൽക്ക്, വീട്ടിലെ കാര്യങ്ങൾ നടക്കുമല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് അന്ന്. അപ്പം നമ്മുടെ ഒരു മനസ്സ് ഇതിൽ കിടക്കുന്നതുകൊണ്ട് ഇതിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള ഒരു മനസ്സും വരുന്നില്ല. പക്ഷേ ആ മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്താലൊന്ന് ക്ലിക്കായി വരും എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ആ ചിന്ത ഉണ്ടായാൽ മതി, നമ്മൾ രക്ഷപ്പെട്ടിരിക്കും. എല്ലാം ഭംഗിയായിട്ടാണ് കേട്ടോ, ഒരിക്കലും വിഷമിക്കണ്ട, എല്ലാം ഭംഗിയായിട്ട് വരും. പ്രാർത്ഥിക്കുക, എല്ലാ സപ്പോർട്ടും കൊടുക്കുക, അടിപൊളിയായിട്ട് വരും എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇവർക്ക് ഈ നമ്മുടെ ഫാമിലിക്ക് ഒരു നല്ല കൈയടി. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ഈ സ്കിറ്റിന്റെ മാർക്ക് അത് നമുക്ക് ഒരു കാര്യം ചെയ്താലോ, ഒരുമിച്ച് എല്ലാവർക്കും കൂടെ അങ്ങോട്ടും ഇട്ടാലോ? ഇട്ടേക്കാം, അതല്ല നല്ലത്. ഓക്കെ, അപ്പൊ ടോട്ടൽ എമൗണ്ട് 50,000 രൂപ. അടിപൊളി. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക. ഇനിയും നിങ്ങൾ മൂന്നുപേരും അടുത്ത സ്കിറ്റിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക, ഞങ്ങളെ ചിരിപ്പിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കേട്ടോ. വളരെ സന്തോഷമുള്ളൊരു കാര്യത്തിന് ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മൂന്നുപേരെ ഞാൻ ഇരിപ്പിടത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചത്. പറയാ സന്തോഷം എന്താണെന്ന് പറയാം. നമ്മള് ഐറ്റം വേറെ തുടങ്ങിയിട്ട് 100-ലധികം എപ്പിസോഡുകളായി. പല ടീമുകളിൽ പല കലാകാരന്മാർ വന്ന് നല്ല സ്കിറ്റുകൾ അവതരിപ്പിച്ച് അത് പ്രേക്ഷകരിലേക്ക് എത്തിയ ഒരു നല്ല പ്രോഗ്രാമായി മാറിക്കഴിഞ്ഞു. ഇത് ഐറ്റം വേറെ. ഇത് നല്ല പ്രോഗ്രാമായി മാറി എന്നുള്ളതല്ല, സൂപ്പർ ഹിറ്റായി മാറുക മാത്രമല്ല, ഈ അടുത്ത് മലയാള ചരിത്രത്തിൽ ഇത്രയധികം സ്കിറ്റുകൾ വൈറലായിട്ടുള്ള മറ്റൊരു പ്രോഗ്രാം ഇല്ല മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ എന്നുള്ളതാണ്. അതൊരു വലിയ സന്തോഷമാണ്. ഈ കലാകാരന്മാരെ എല്ലാം നമുക്ക് ഒരുമിച്ച് ഈ വേദിയിൽ ഒന്ന് കണ്ട് വർത്താനം പറഞ്ഞല്ലോ കുറച്ചു നേരം. പിന്നെ നല്ല കാര്യമല്ലേ അത്, അല്ലേ? ഈ പ്രോഗ്രാം ഇത്രയും ജനങ്ങളിലേക്ക് എത്താൻ കാരണക്കാരായ നമ്മുടെ കലാകാരന്മാരെ എല്ലാം ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ ഇത് ഐറ്റം വേറെയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ്. കോമഡിക്കാരൊക്കെ കൂടി നാട്ടിലെങ്ങും ഈ കോമഡി പാട്ടായി പോയാകെ കൂടി ചിരിയുടെ പുതുമയോടെ തകിട താളമോടെ അകിലിനുമൊരു കുറവയോടെ ചിരിപടരണ മേളമോടെ ഓളം മുറുക്കന് മനസ്സിൽ ഇതാണ് ഇത് ഐറ്റം വേറെ. ഇത് നമ്മുടെ ഇതായിട്ട് എല്ലാവരും ഇല്ല, ഒരു ഏകദേശം 80-85% ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് തന്നെ നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തുടങ്ങാം. നമ്മുടെ ഈ പ്രോഗ്രാം ഇന്ന് ഇത്രയും വിജയമാകാൻ കാരണക്കാർ നിങ്ങൾ ഓരോരുത്തരുമാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമാണ്. കാര്യം അവിടുന്ന് നോക്കുമ്പോൾ സെൽവനെ തുടങ്ങി ഇവിടെ സനീഷിൽ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളും അതേപോലെ തന്നെ താരതമ്യേന പുതുമുഖങ്ങളായിട്ടുള്ള ആളുകളും നമ്മുടെ ഈ ടീമിലുണ്ട്. എന്നാൽ ഒരേപോലെ ഇവരെല്ലാവരും ഇവിടെ വന്ന് കൂടുതൽ വൈറലായി എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരു കാര്യം. വാശി
എല്ലാവരിലേക്കും എത്തി. നന്നാക്കണം, നല്ലതുണ്ടാക്കണം എന്നുള്ള വാശി ഇപ്പൊ വന്നവരായാലും ശരി, ഇതിന് മുമ്പുള്ളവരായാലും ശരി, മത്സരം അവര് തമ്മിലായി. ആ മത്സരമാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സെൽവനിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും പ്രോഗ്രാം ഇതുപോലെ 101 എപ്പിസോഡിലെത്തിയതിൽ വളരെ അധികം സന്തോഷം. ഈ ഷോയിൽ വന്ന ശേഷം ഒരുപാട് മാറ്റമുണ്ട്, ലൈഫിൽ ഉണ്ട് മാറ്റം. പക്ഷേ സെൽവന്റെ യഥാർത്ഥ സൗണ്ട് നമ്മൾ ഇന്നാ കേൾക്കുന്നത്. അതെ, സെൽവന്റെ ശരിക്കും ഇന്നാ കേൾക്കുന്നത്. സെൽവൻ എന്തൊക്കെ ചെയ്യും? കുറച്ച് സ്റ്റാർ. അപ്പൊ ജോസ് പ്രകാശ് സാറിന്റെ ഹലോ മിസ്റ്റർ ഓമനക്കുട്ടൻ, ഹൗ ആർ യു? നിങ്ങളുടെ പഠിക്കാൻ പഠിക്കണ ബാബോൻ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ബാബോനെ തിരികെ കിട്ടണമെങ്കിൽ നാളെ വോഡാഫോൺ ടു വോഡാഫോൺ ഫ്രീയും ആജീവനാന്ത ഇൻകമിങ്ങുമുള്ള ഒരു വോഡാഫോൺ സിമ്മായി താജ് ഹോട്ടലിലെത്തണം. അതല്ല എന്നെ പറ്റിക്കാനാണ് പ്ലാനെങ്കിൽ ബാബു ഇസ് എ നോട്ട് ആൻസർ. അടിപൊളി അടിപൊളി. നമ്മുടെ ഐറ്റം വേറയിലൂടെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയ ഒരു കലാകാരനാണ് ശ്യാം. പറയൂ, സന്തോഷം പറയൂ. ഒരുപാട് സന്തോഷമുണ്ട്. ഐറ്റം വേറയിൽ വന്നതിന് ശേഷമാണ് 10 പേര് തിരിച്ചറിയുന്നത്. അതിൽ ഒത്തിരി സന്തോഷം. ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. അതുകൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ തന്ന നന്നായ ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. നല്ല ഷോയുടെ ഭാഗമാവാൻ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഭാഗ്യം കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ദൈവത്തോട് നന്ദി പറയുന്നു. വളരെയധികം സന്തോഷം ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ സാധിച്ചത്. ആദ്യമേ തന്നെ അത് പറയുന്നു. പിന്നെ ഇഷ്ടം പോലെ പ്രോഗ്രാം കിട്ടുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത് കാര്യം. പക്ഷെ ഇവിടെ വന്നിട്ടേ പോകുള്ളൂ കേട്ടോ. ഇവിടെ വന്നിട്ടേ പോകുള്ളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ല പരിപാടി. എനിക്ക് പറയാനുള്ളതാണ്, ഇവിടെ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമുക്കൊരു ഫ്രീ ആയിട്ട് ഇതുവരെ ചെയ്തുകൂടല്ല, ഒരുപാട് ചാനലിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് സ്കിറ്റുകൾ കളിക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. അതാണ് നിങ്ങൾക്ക് നല്ലപോലെ ചെയ്യാനുള്ള പ്രചോദനം കിട്ടുന്നത്. അപ്പൊ നിന്റെ സ്റ്റാർ ഞാൻ മടക്കി അജീഷിന് കൊടുത്തിരിക്കുന്നു. ഒരുപാട് റിയാലിറ്റി ഷോയിൽ നടക്കുന്ന ടീമുകൾ തമ്മിലുള്ള മത്സരം പോലെ അല്ല ഇവിടെ. ഇവിടെ നമ്മളോട് തന്നെ മത്സരിക്കുകയാണ്. ഒരു സ്കിറ്റ് നന്നാകാൻ വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് എടുക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. പിന്നെ എല്ലാ ടീമുകളും തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ട്. അതും വലിയൊരു കാര്യം. നമ്മുടെ ഗ്രൂമേഴ്സ് ആണെങ്കിലും മറ്റ് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും മറ്റ് ജീവ, നമ്മുടെ ജഡ്ജസ് എല്ലാവരും വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ബാസി പറഞ്ഞ പോലെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റാറുണ്ട്. സ്റ്റാർ വടിവേലു. நாட்டு சார்கள் யாருமே காணவா அடி யாத்தின் தூ சீஸ் படியா மஸ்து மஸ்து ஐயா இந்த பொண்ணும் காம ஒரு விதம் விவா விவா விப்பா அப்படின்னு சொல்லுவாங்க. வரட்டுவாமா யாவோ அவன். അടിപൊളി അടിപൊളി. ഇനി വടിവേലു പറ. കുമാരി, ഒരുപാട് സന്തോഷം. ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ 101 എപ്പിസോഡ് നമുക്ക് 501, 1001 ഒക്കെ ആകാനായിട്ട് പക്ഷേ ഇടയ്ക്ക് ദുബായി പോകരുത്. ഈ വീട്ടിലുള്ള കോളിംഗ് ബെല്ലില്ലേ, കിളി കരയുന്ന ശബ്ദത്തിലുള്ള അതിൻ്റെ ശബ്ദം. ഏമ്പക്കം വിടാൻ അറിയാവുന്ന എല്ലാവർക്കും നവ്യ നായരുടെ ശബ്ദം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മൈക്ക് എന്തെങ്കിലും പിടിച്ചെന്നാ ഒരു പാഴ്മോഹം ഈ പൊട്ടപുരസി തോന്നിയപ്പോ ഞാൻ ഓടി ഇങ്ങോട്ട് വന്ന് എന്നെ ഇരുട്ട് താക്കിയിട്ട് വിളിച്ചു തിരുന്ന് ചിരിക്കണ്ട. എനിക്ക് കാണണ്ട ഈ മുഖം. പരിവിട്ട ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ ഇത് പറയണമെങ്കിൽ നെക്കാൻ ഒരാളെ എപ്പോഴും കൂടെ വേണം അല്ലേ? പിടിക്കാൻ. പക്ഷേ ഇത് ഐറ്റം വേറയിലെ ഒരു വേറെ കുളവാകുവാണെന്നുണ്ടെങ്കിൽ അവര് പെട്ടിലേക്ക് പിടിച്ചോളൂ. എന്നാലും സ്കോർ ചെയ്തു. അടിപൊളി. കുമ്പാരി പൊളിച്ചു. ഒരുപാട് സന്തോഷം. ഐറ്റം വേറെ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരുപാട് പേര് പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് വിളിക്കുന്നുണ്ട്, നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ താണ്ടാൻ ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിനും നമുക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി 2 ഐറ്റം. ബൈജു സന്തോഷ്. എന്റെ പേര് ഷാജി, നിങ്ങളുടെ പേര് ഷാജി എന്നാ ഇവിടെ ചിലന്മാർ പേരിടും. ബിജു, ആസിഫ്, ബൈജു എന്ന് പറഞ്ഞ പേരുടെ എന്റെ അഭിപ്രായത്തില് ഈ നാട്ടിൽ എല്ലാവർക്കും ഷാജി എന്ന് പേരിടണം. അതാകുമ്പോ ജാതിയില്ല, മതമില്ല, ഒരു പ്രശ്നമില്ല. എന്തിന് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഷാൻ ചേട്ടാ, ഒത്തിരി സന്തോഷമുണ്ട്. ഈ 101 എപ്പിസോഡിൽ ഇത്രയും പേരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നതന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഐറ്റം നമുക്ക് തമിഴിൽ നിന്ന് മൊട്ടരാജേന്ദ്രന്റെ ശബ്ദം. எவ்வளோ வருஷம் வச்சுட்டே பார்த்தேன், கவலைப்படாதப்பா. ஒரு நாள் என் கூட டிராவல் பண்ண எல்லாமே புரிஞ்சுது. ஒரு ரவுடிக்கு முக்கியമായ வேஷமே 3 தான். நடை, உடை, பாவனை. நம்ம நடக்கும்போது அப்படி ஒரு பயம் இருக்கணும்ப்பா. திரைப்படம் ரிலீஸுக்காக ஐ எம் வெயிட்டிங். അല്ല, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആകെ കുറച്ച് സ്കിറ്റേ കളിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ അത്യാവശ്യം ആൾക്കാരെല്ലാം തിരിച്ചറിയാൻ തുടങ്ങി. വെരി ഗുഡ്, വെരി ഗുഡ്. ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവർക്കും. താങ്ക് യു.
എനിക്കൊരുപാട് സന്തോഷമുണ്ട്. കാര്യം ഇവിടെ വന്ന് സ്കിറ്റ് കളിക്കുന്ന അത് മറ്റ് പല ചാനലിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം എന്നെ ആരെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഈ ഒരു സ്കിറ്റ് കൊണ്ടാണ്. അത് അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂമേഴ്സും ഡയറക്ടർ സാറും. ഒരാളെങ്കിലും അത് ഇപ്പോഴെങ്കിലും ഗ്രൂമേഴ്സിനെ സംബന്ധിച്ച് ഞങ്ങളൊരു സംഭവമായിട്ട് ചെല്ലുമ്പം നമ്മൾ തീരെ പറയും നമ്മൾ ലോജിക്ക് നോക്കണ്ട, നമുക്ക് സ്കിറ്റ് കളിക്കാം. പക്ഷെ അതിൻ്റെ ലോജിക്ക് ഉൾപ്പെടെ പിടിച്ച് നല്ല കൗണ്ടറുകൾ കയറ്റി നല്ലൊരു ക്ലൈമാക്സ് തന്ന് ഞങ്ങളെ ഈ ഫ്ലോറിലെത്തിക്കാൻ അവർ പെടുന്നൊരു കഷ്ടപ്പാടാണ്. അപ്പോൾ ഒരു കയ്യടി ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ഗ്രൂമേഴ്സിനും ഡയറക്ടർ. അവർ തന്നെ കൈയടിച്ചു, അവരത് തുടങ്ങിയത്, നമ്മളല്ല നടിച്ചത്, അവരാണ്. GK പിള്ള സാറിന്റെ എടോ കൃഷ്ണവാര്യര്, തന്റെ മോൻ ചെയ്ത കൊടും ചതിയായി പോയില്ലടാ. അപ്പൊ നീ ബന്ധത്തിന് താല്പര്യമില്ലായിരുന്നെങ്കിൽ അത് ഇവിടം വരെ എത്തിക്കണമായിരുന്നു നാറികള്. താങ്ക് യു. പ്രിയപ്പെട്ട ഗ്രൂമേഴ്സ് ഉണ്ട്, അർജുൻ സാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ്യൂം ആർട്ട് മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവർക്കും നിറഞ്ഞ സന്തോഷം ഹൃദയത്തിൽ പങ്കുവെക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ ജഡ്ജസ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേരിൽ ഒരുപാട് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ഗസ്റ്റായിട്ട് ഒരുപാട് സ്ഥലത്ത് വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ വിജയമാണ്. ഇതിൽ നിൽക്കാൻ തന്നെ സാധിച്ചാൽ ഭയങ്കരമായ സന്തോഷമുണ്ട്. താങ്ക് യു. ഐറ്റം വരട്ടെ. അമരീഷ് പുരി. ഓക്കെ. डॉक्टर गोवर्धन, तुमने पगले पियाकर क्या था कि जेल के अंदर हिंदू मुसलमानों मैमले में नकी करना चाहता है. आग इंदागत बात की कोशिश करो. टीम इनका आपस में चागुट आप पदार्थ गोता है. डॉक्टर के जान राम लगन ने गोकिना की तरफ जागने की समझे डॉक्टर गोवर्धन ब्लडी इंडियन डॉग. ഇത് ആരാന്നാ പറഞ്ഞേ? അമരീഷ് പുരി കൊള്ളാം. നല്ലൊരു ഐഡിയ. മറ്റേ ഇതിനകത്ത് അഭിനയിച്ചേ കൊല്ലരുത്. നേരത്തെ എന്നോട് പറഞ്ഞു അമരീഷ് പുരി പറയണേ ഞാൻ ഇങ്ങനെ പറയൂ. വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു 10 വർഷത്തോളമായി ചാനലിൽ നിന്നിട്ട് ഞങ്ങൾക്ക് ഒരു 3-4 വർഷം ബ്രേക്ക് എടുത്തു. മുമ്പ് നമ്മൾ 20-30 ആർട്ടിസ്റ്റുകളാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേരൊന്നും പറഞ്ഞുകൂടാ. ഈ ഷോയിലൂടെ വന്നിട്ടതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മുടെ പേരറിയാം, നമ്മുടെ സ്ഥലപ്പേരറിയാം. അങ്ങനെ കൂടുതൽ സപ്പോർട്ട് ഈ പ്രോഗ്രാമിലൂടെ വന്നതിന് ശേഷമാണ്. അടിപൊളി. അപ്പൊ ഐറ്റം ഉമ്മർ സാറിന്റെ പുതിയ പഴയ ഉമ്മർ. ഷോവേ, ഞാനൊരു വികാര ജീവിയാണ്. നീ എന്നോട് സഹകരിച്ചാൽ ആനയെ വാങ്ങിത്തരാം, ചേനയെ വാങ്ങിത്തരാം. മറിച്ചെതിർക്കാനാണ് ഭാവമെങ്കിൽ വല്ല കുറുവാ സംഘത്തിന് ഇട്ട് കൊടുക്കും. സംഘം പുതിയതാണ്. നമ്മുടെ ഈ ഷോയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് അർജുൻ സാർ തന്നെയാണ്. സാറ് ഞങ്ങളോട് പറയും, കയറുന്നതിന് ഇപ്പോൾ പറയാം, എന്നാ ലെവലാക്കണം, നല്ല രീതിയിൽ കയറി പോണേ, നമുക്ക് എന്തെങ്കിലും കിട്ടുന്നു, അതല്ല നിങ്ങൾ നല്ല ഉയർച്ചയിൽ പോണേന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മളെ ഏറ്റവും വലിയ പ്രചോദനമായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഗ്രൂമേഴ്സ് മിമിക്രി ഐറ്റം ആനയുടെ ശബ്ദം അങ്ങനെ എന്തെങ്കിലും. എൻ്റെ സൗണ്ട് പോലും ഞാൻ ശരിക്കും ചെയ്തില്ല. പരിപാടി ഉണ്ടെന്ന് നേരത്തെ അറിഞ്ഞല്ലേ? ഇല്ല ചേട്ടാ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ 1-2 പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ആ പ്രോഗ്രാമിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെ തിരിച്ചറിയുമ്പോൾ നമ്മളെ ആരും വിളിക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഞാൻ വന്നപ്പോൾ തൊട്ട് എന്നെ തിരിച്ചറിയുന്നവരുണ്ട് ചേട്ടാ. കൂടുതലും പ്രൊഡക്ഷനിലെ ആൾക്കാർ തൊട്ട് നമ്മുടെ ഗ്രൂമേഴ്സ് വരെയുള്ള ചേട്ടന്മാരെല്ലാം നമ്മുടെ ഫ്രണ്ട്സിനെ പോലെയാണ് നമ്മൾ സംസാരിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം. അവർക്ക് എല്ലാം ഒരുപാട് നന്ദി പറയുന്നു. ഈ വേദിയിൽ എൻ്റെ അച്ഛനും അമ്മേനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് സന്തോഷം. എനിക്ക് ഈ വേദി എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് തന്നിട്ടുണ്ട്. സന്തോഷം. ഒരുപാട് സന്തോഷം. ഇതിലുപരിയായിട്ട് ഞാൻ ഒത്തിരി ചാനലുകളിൽ ഓരോരോ ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വേറൊരു ഐറ്റം ക്യാരക്ടർ ചെയ്തത്, പോലീസുകാരനായിട്ട് സഹിയായിട്ട്. അർജുൻ സാറ് എന്നോട് പറഞ്ഞു, അണ്ണൻ ചെയ്യണ തകർക്കും. അപ്പം അതിനൊപ്പം നിന്ന് രാജേഷ് ഏട്ടൻ, ഇവിടെ ശശാങ്കണ്ണൻ, അങ്ങനെ ഗ്രൂമേഴ്സ് എല്ലാവരും കൂടെ വന്നു. പണ്ടത്തൊക്കെ കൂടുതൽ പ്രോഗ്രാമുകൾ കയറി വന്നിട്ട് ഇപ്പോൾ ഒരു വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് വേറൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ വരുമ്പോൾ ഓരോ ആർട്ടിസ്റ്റുകളായാലും ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർക്ക് പറ്റിയ കൗണ്ടറുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, നമുക്ക് പറ്റിയ നല്ല കൗണ്ടറുകൾ അവർ പറഞ്ഞു തരും. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. പ്രദീപ് നല്ല ഉഗ്രൻ സിംഗറാണ്. അപ്പോൾ നമുക്ക് വേണ്ടി 2 വരി ഒരു പാട്ടോടൊന്ന്. അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി നിനവിൽ മറந்த ചഷകം നിനവിൽ മറந்த ചഷകം
നെഞ്ചിൽ പതഞ്ഞ രാത്രി അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി. അടിപൊളി 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 ഉഷാർ. തകർത്ത് ആദ്യമേ തന്നെ ലോകമെമ്പാടും വൈറലായ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായ 3 ജഡ്ജസ് എന്ത് തെറ്റുണ്ടെങ്കിലും സ്നേഹത്തോടെ അവരത് തിരുത്തി തരുന്നു. പിന്നെ നല്ലൊരു കിടിലൻ ആങ്കറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്രൂമേഴ്സ്, അവരെ മറക്കാൻ പറ്റില്ല. രാജേഷ് ഏട്ടൻ, ശശാങ്കൻ, രാജേഷ് പാലോട്, അവരോട് ഞങ്ങളെ സഹായിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. ഒരുപാട് റിയാലിറ്റി ഷോകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡയറക്ടർ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ പുള്ളി സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാണ് ഞങ്ങളുടെ എല്ലാം പെരുമാറുന്നത്. എടാന്ന് വിളിക്കുന്നവൻ എടാന്നും അണ്ണാന്ന് വിളിക്കുന്നവൻ അണ്ണാന്നും ഒരു വീട്ടിലെങ്ങനെ പെരുമാറുന്നു അതേപോലെയാണ് നമ്മുടെ അർജുൻ സാറ് ഞങ്ങൾ പെരുമാറുന്നത്. എന്നെ ഈ ഷോയുടെ ഭാഗമാക്കിയതിൽ അർജുൻ സാറിനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഐറ്റം ഒരു സ്റ്റാർ ഒരു സ്റ്റാർ അറിയാന്നുള്ള ക്രിസ്മസിന്റെ സ്റ്റാർ, അതാകുമ്പോൾ ചലിക്കത്തോലുമില്ല. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഇതൊന്ന് എടുത്ത് വെച്ചോളൂ. എപ്പിസോഡിലെ കോമഡി ആയിട്ട് ഫ്രഷ് ആണ്. ദീപ്തി, ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയ കലാകാരന്മാരുടെ കൂടെ ഈ ഇത്രയും വലിയൊരു ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. പിന്നെ നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരു കുടുംബം പോലെ തന്നെയാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് സിദ്ദിഖ് സാറിനെ. കാരണം നമ്മളെപ്പോലെയുള്ള കോമഡി ചെയ്യുന്ന കലാകാരന്മാർ ഇങ്ങനൊരു വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളായിരുന്നു സിദ്ദിഖ് സാറ്. താങ്ക് യു. സഞ്ജിത, ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ഇത്രയും വലിയൊരു പരിപാടി പങ്കെടുക്കാൻ പറ്റിയത്, അതുപോലെ തന്നെ ഇത്രയും വലിയ കലാകാരന്മാരുമായിട്ട് ഈ ഒരു വേദി പങ്കിടാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. തൊട്ടപ്പുറത്തിരിക്കുന്നവരേതാ? അവിടെ കയറി നിൽക്കേണ്ട കാര്യം സുമൻ പറയാൻ ആഗ്രഹിച്ച മുഹമ്മദ് പ്രസാദ് നല്ല ഈ സത്യം പറയാലോ, ഈ 100ാമത്തെ എപ്പിസോഡ് വരെ ഒരു ടെൻഷൻ ഇല്ലാതെ കയറിയത് ഈ ഒരു നിമിഷം. ഈ കോസ്റ്റ്യൂമിൽ നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ. സാറ് അർജുൻ സാറ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്രൂമേഴ്സ്, ജീവ, നിങ്ങൾ പിന്നെ ജഡ്ജസ്, നമ്മളോട് ഫ്ലോറിലായാലും ഔട്ട് സൈഡ് കാണുമ്പോൾ തരുന്ന സപ്പോർട്ട്, എല്ലാവർക്കും നന്ദി. നമ്മൾ ഈ ടി വിയിലൂടെ മാത്രം ഞാൻ കണ്ടിട്ടുള്ള ആർട്ടിസ്റ്റുകളായി നിൽക്കുന്നതൊക്കെ അവരുടെ കൂടെ എനിക്കൊരു അവരുടെ കൂടെ സ്കിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ദൈവാനുഗ്രഹമാണ്. പിന്നെ നമ്മുടെ ജഡ്ജസ് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഒത്തിരി സപ്പോർട്ട്, അതിപ്പം ഫ്ലോറിലായാലും പുറത്തായാലും തരുന്ന സപ്പോർട്ട് ഗ്രൂമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരുപാട്. കാരണം സ്കിറ്റൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ മോഡുലേഷൻ ആയാലും അതൊക്കെ എനിക്ക് ഒത്തിരി പറഞ്ഞു തന്നിട്ടുള്ള എൻ്റെ ഗ്രൂമേഴ്സാണ്. അപ്പോൾ ഒത്തിരി നന്ദി. അർജുൻ സാറിന് ഒരുപാട് നന്ദി, ദൈവത്തിന് നന്ദി. താങ്ക് യു. ഒരു പാട്ട് പാടി. മൊഴിയഴകും മിഴിയഴകും എന്നിലലിഞ്ഞമ്മ താരാട്ടിൻ രാരീരം മനസ്സിൻ നീണമായി എൻ മനസ്സിൻ നീണമായി. എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം ഇത്രയും വലിയൊരു ഷോയിൽ ഒരു ഭാഗം സാധിച്ചതിന് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഞാനെന്നൊരു ആർട്ടിസ്റ്റിനെ ഒരുപാട് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഫ്ലോറിൽ വന്നതിന് ശേഷം. കാരണം അതിന് മെയിൻ കാരണം ഇവിടുത്തെ നമ്മുടെ പ്രൊഡ്യൂസർ അർജുൻ സാറ്, പിന്നെ നമ്മുടെ ഗ്രൂമേഴ്സ്, പിന്നെ ജഡ്ജസ്, അത്രയും ഫ്രീ ആയിട്ട് എനിക്കൊരു പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഫ്ലോറിൽ. നമ്മളിവിടുത്തെ ചേച്ചിമാർ അവരെന്ന് വെച്ചാൽ ഭയങ്കര, നമുക്കൊരു ചായ ചോദിച്ചാൽ ചിരിച്ചോട് നമുക്ക് എടുത്തു തരും. നമ്മൾ വീട്ടിലൊരു അംഗത്തെ പോലെ ചിരിച്ചോട് നമുക്ക് എടുത്തു തരുന്ന ചേച്ചിമാരാണ്. പിന്നെന്താ, പിന്നെ നമുക്ക് പേയ്മെന്റ് ഒക്കെ കറക്റ്റ് സമയത്ത് വിളിച്ച് ചോദിക്കുമ്പോഴേക്ക് ഇട്ട് തരുന്നത് നമ്മുടെ രാജേഷ് കൊട്ടാരത്തിൽ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇത്രയും നല്ല മിമിക്രി കലാകാരന്മാരുണ്ടെന്ന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഐറ്റം ടീമിന് ബിഗ് സല്യൂട്ട്. എനിക്ക് ഈ ഐറ്റം വരെ വന്നതിൽ ഒരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫോണിലൊക്കെ പല സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെയൊക്കെ പോകണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം നമുക്ക് പണ്ട് പോലെ തോന്നുമല്ലോ. ഈ ഐറ്റം വേറെ വന്നേ പിന്നെ ഒരു 4 രാജ്യത്ത് ഞങ്ങൾക്ക് പോകാനൊരു ഭാഗ്യം വന്ന് നിൽപ്പുണ്ട് ജനുവരി മാർച്ചിലോട്ട്. അടിപൊളി അടിപൊളി അടിപൊളി. മാഷേ, നമ്മളെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എനിക്കൊരു പ്രധാനപ്പെട്ട റിക്വസ്റ്റ് ഉണ്ട്, ഒരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ ഈ സ്കിറ്റുകൾ മൊബൈലിൽ കൂടെ TV കൂടെ ഒക്കെ കാണുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ വരുമ്പോൾ
കണ്ടു കഴിഞ്ഞിട്ട് പറയും ജഡ്ജസിൻ്റെ ചിരി കാരണം ചില കൗണ്ടറുകൾ കേൾക്കുന്നില്ല, ഇവർക്ക് ചിരി നിർത്തിക്കൂടെ എന്നൊക്കെ ഒരു പറച്ചിലുണ്ട്. പക്ഷേ ഒരു കൗണ്ടർ അടിക്കുമ്പോൾ ഇവരൊന്ന് ചിരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുങ്ങുന്നത് നിങ്ങൾ മനസ്സിലാകുന്നില്ല. അപ്പോൾ അത്രമാത്രം ഇവരൊന്ന് ചിരിക്കണേ എന്ന് നമ്മൾ ഏതെല്ലാം ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ കയറുന്നത് നിങ്ങൾക്ക് അറിയാം. അവിടെ പറയാം ചിരിക്കരുതെന്ന്. അപ്പോൾ ഇവര് ചിരിച്ചില്ലെങ്കിലുള്ളൊരു അവസ്ഥയെന്ന് നോക്കിയേ അതവിടെ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവര് ചിരിക്കണം, നന്നായിട്ട് ചിരിച്ചാലേ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരവസരത്തിൽ പറയുകയാണ്. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഞങ്ങളെ അല്ല എന്നെ ഇത്രയും ആക്കിയത് ഈ ഫ്ലോറാണ്. അതുപോലെ അർജുൻ സാറിനോട് ഒരുപാട് നന്ദി. ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം. ഇപ്പം വെളിയിൽ ഇറങ്ങിയാൽ ആര് ഒരൊറ്റ നടന്ന് എന്നെ പിടിക്കും, എങ്ങും ഒന്ന് പോകാൻ പൈസ മേടിച്ചാൽ കൊടുക്കണം. ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഇത് ഐറ്റം വേറെ തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിന്റെ ഇൻട്രോ പറഞ്ഞ് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്തതിന് ശേഷം ഐറ്റം വേറെയുടെ ആദ്യത്തെ സ്കിറ്റ് അവതരിപ്പിച്ച ടീം സനീഷ് ആൻഡ് ഫാമിലിയാണ്. ആ ഐശ്വര്യമുണ്ട്. 101ാമത്തെ എപ്പിസോഡ് പറ. വളരെ സന്തോഷം. കാരണം ഇത്രയും നിൽക്കുന്ന ഈ കലാകാരന്മാരെ നമ്മൾ ശരിയൊക്കെ പറഞ്ഞ ടി വിയിലൂടെ കണ്ടാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചാനലൊക്കെ പ്രോഗ്രാം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ ആഗ്രഹിച്ച് വന്ന് ഒരു സുപ്രാതി ദൈവം എൻ്റെ ഫാമിലി എല്ലാവരും കൊണ്ട് തന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരുടെ പോയ ഫസ്റ്റിൽ വയ്ക്കുന്നത് സൈന്ധവേ, അത് ഞാൻ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനും അവരോട് പോയാലും ഞാൻ തന്നെ പോയാലും ചോദിക്കും ആൾക്കാർ സൈന്ധവ എന്തിയെന്ന് ചോദിക്കും. അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിനൊരു അവസരം തന്നത് ഞാൻ ചിലപ്പം കരക്കട്ടോ അർജുൻ സാറും മറ്റു ടീമുകളെല്ലാം. പിന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് അതൊരു അവാർഡായിട്ട് തോന്നി. കാരണം ഞങ്ങൾക്ക് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു പെണ്ണുക്കര വിശ്വഭാരതി ഗ്രന്ഥശാലയിൽ വെച്ച്. അപ്പോൾ അതിൻ്റെ സംഘാടകർ ഞങ്ങളെ ആദരവിന് ക്ഷണിച്ചു. ഞങ്ങൾ നടന്ന് ഇവിടെ ചെന്നപ്പോഴത്തേക്ക് ആ സംഘാടകരിൽ ഒരാൾ രമേശ് പ്രസാദ് സാർ എന്ന് പറയും. അദ്ദേഹം MLA ഓഫീസിലെ സ്റ്റാഫാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ പരിചയപ്പെടുത്തിയത് മലയാളത്തിലെ പ്രമുഖ നടൻ, മലയാള സിനിമയിലെ നടൻ ഷാജോൺ ഈയിടെ മന്ത്രിയുടെ ഓഫീസിൽ വന്നിരുന്നു. അന്ന് അദ്ദേഹം ചെങ്ങന്നൂരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ചോദിച്ചത് സനീഷ് മുഖശ്രീ അറിയുമോ എന്നാണ്. അത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡായിട്ടാണ് ഞങ്ങൾ. കാരണം അത്രയും ആളിൻ്റെ മുകളിൽ ചെങ്ങന്നൂർ കാരണം സനീഷ് മുഖ് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ അവിടെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾ ഒരു അവാർഡ് മേടിച്ചതായിട്ട് ഞങ്ങൾക്ക് തുല്യമായിട്ട് തോന്നി. അതിന് എല്ലാവരോടും ഞങ്ങളുടെ താങ്ക്സ് അറിയിക്കുന്നു. നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. ഞാനും 4 പേര് നാടൻപാട്ട് പാടും. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടും വന്നേ. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടും വന്നേ. തകതാര തകതാരതിത്തൈ താരാരോ, തകതാര താര താരതിത്തൈ താരാരോ, തകതാര തകതാരതിത്തൈ താരാരോ, തകതാര താര താരതിത്തൈ താരാരോ. അപ്പോ നമ്മളെല്ലാവരും ക്യാമറ മുമ്പ് സ്കിറ്റ് ആയിട്ടോ അല്ലാതൊക്കെ ആയിട്ട് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന കുറച്ച് പേരെ പ്രേക്ഷകർക്ക് അറിയുള്ളൂ. ഈ സ്കിറ്റിങ്ങിനെ നന്നായിട്ട് പാകപ്പെടുത്താനും നിങ്ങളെ ഓരോരുത്തരെയും കൃത്യമായിട്ട് ഗ്രൂം ചെയ്യാനും നമുക്ക് കുറച്ച് ഗ്രൂമേഴ്സ് ഉണ്ട് ഇവിടെ. അതാണ് ഇത് ഐറ്റമരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ, താല്പര്യമില്ല എന്നാലും വിളിക്കാം, ഒരുപാട് സ്നേഹത്തോടെ ഇത് ഐറ്റം വേറെ എല്ലാമായ ഗ്രൂമേഴ്സ് പ്ലീസ്. ഈ രാജേഷ് മാത്രം വന്നത് എന്താണെന്നറിയോ? മറ്റവരോട് വരണ്ട എന്തോ സാധനം വാങ്ങിക്കാൻ ഈ ടൈം അറിഞ്ഞ അവന്മാരെ പുറത്ത് ഒറ്റയ്ക്ക് ബൂസ്റ്റിംഗ് ആവുമല്ലോ. ഒരുപാട് സന്തോഷം. വലിയൊരു ഷോയുടെ ഭാഗമാക്കിയതിൽ അർജുൻ സാറിനോടും ഫ്ലവേഴ്സിലെ എല്ലാവരോടുള്ള നന്ദി ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. പിന്നെ എന്നോടൊപ്പം ശശാങ്കൻ മയ്യനാട്, രാജേഷ് പാലോട്, അനന്തൻ, അങ്ങനെ 3 പേരും ഉണ്ട് ഗ്രൂമിങ്ങിൽ. അവർ അടുത്ത സ്കിറ്റുകൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ചോദിക്കും ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കുകയാണോന്നും അല്ല, ഞാൻ ഈ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഒരിക്കലും വിചാരിച്ചില്ല വിളിച്ച് കയറ്റുമെന്ന്. അപ്പോൾ അവർ കൂടി ഉണ്ട് ഇതിൽ. ഒരുപാട് സന്തോഷം. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, നമ്മുടെ ഈ ഫ്ലോറിൽ ഏറ്റവും സൂപ്പർ ഹിറ്റായ മറ്റൊരു സ്കിറ്റാണ് ദൃശ്യം. പോൾസന്റെയും ബാസിയുടെ അജീഷിന്റെയും ടീം. അതിനകത്ത് എല്ലാവരും ചിരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ സിദ്ദിഖയുടെ വോയിസ് ഫോൺ വരുന്നത്. അത് ചെയ്യുന്നത് നമ്മുടെ രാജേഷ് പണാവള്ളിയാണ്. ആ ശബ്ദം 2 ഡയലോഗ്. അമേരിക്കയിലുള്ള
കസിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ആയിക്കോട്ടെ വരുണിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. വീട്ടിൽ വരുന്ന ഓരോ ഫോൺ കോളും കോണിംഗ് ബെല്ലിന്റെ ശബ്ദമൊക്കെ അതല്ലേ പറഞ്ഞു വരുന്നത്. അല്ല, വരുണിന്റെ ശബ്ദമായിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു ഞങ്ങളുടെ ഇതിനായിരുന്നു ഇത് പറയിപ്പിച്ചത്. ഇത് കൂടാതെ ഒരു സ്റ്റാർ കൂടെ. ഒരു സാറിന്റെ ശബ്ദം അമരം എന്ന സിനിമയിലെ. വേറെ ആരെങ്കിലും വേണോ സപ്പോർട്ടിങ് ആയിട്ട്? അതിന് വേണ്ട. പിള്ളേരിക്കടെ മനസ്സിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ നമ്മക്കങ്ങാട് നടത്തി കൊടുക്കാന്. നിന്റെ വാക്കെന്നാ 4 കൈയും 4 കാലും ഉണ്ടാ. ആകാശത്തുനിന്ന് പൊട്ടി വീണ പിന്നെ തുള്ളിക്കളിച്ചിരി എന്റെ വീടിന്റെ മുറ്റത്താട്ട് വന്നാ മോത്തി ആ മുറ്റാടിക്കട ചൂലെടുത്തടിക്കും. പാമ്പിനാണല്ലോ ഞാൻ പാല് കൊടുത്തത്. ഭാരതി നീ വീട്ടിൽ പോവാൻ ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങളുണ്ടെന്ന് സമ്മതിക്കാണെന്ന് വെച്ചാ. അടിപൊളി. എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമെന്ന് അറിയത്തില്ല. നമ്മുടെ എല്ലാം ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് അർജുനെ കൂടി ഇങ്ങോട്ടൊന്ന് വരണം. അർജുൻ സാർ വരണം അല്ലേ? ഞങ്ങൾ ഇനിയേഴ്സിലും ബാക്കിയുള്ള ഒരു കാതിലും മാത്രം കേൾക്കുന്ന ശബ്ദം ഇന്ന് പ്രേക്ഷകർ കേൾക്കാൻ പോവുകയാണ്. പറയൂ. എനിക്കിങ്ങനെ സ്റ്റേജിൽ നിന്ന് സംസാരിച്ച ശീലമൊന്നുമില്ല. അല്ല, എല്ലാരും സംസാരിച്ച് പൊക്കി വെച്ചിരിക്കാൻ ആ ഒരു റേഞ്ചിൽ തന്നെ കേട്ടോ. ഞാൻ ഒരു 2 ആളുകളെയും കൂടെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. വേറെ അല്ല, ഈ ബാക്ക് സ്റ്റേജിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എല്ലാവരും വേണമല്ലോ. പിന്നെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്ന റെജീം സുഭാഷ്, അരുൺ, ഷമീമും കൂടെ. നമ്മുടെ പരിപാടി 100 കടന്നതിൽ സന്തോഷം. എനിക്ക് എല്ലാവരോടും നന്ദി പറയുന്നു. ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ശ്രീകണ്ഠ സാറിനുണ്ട്. കാര്യം അദ്ദേഹമാണ് ധൈര്യത്തോടെ എന്നെ ഈ പ്രോഗ്രാം ഏൽപ്പിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു കോമഡി ഷോ തുടങ്ങുമ്പോൾ ഒരു കൂട്ടം ആളുകളായിരിക്കും ആദ്യത്തെ ദിവസം ഉണ്ടാവുക. ആദ്യത്തെ ദിവസം ഒരു പ്രോഗ്രാം കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഒക്കെ ഉണ്ടാവുക. പക്ഷേ ഈ പരിപാടി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ കൊണ്ടല്ല, എൻ്റെ കൂടെ കഴിഞ്ഞ ഒരു 10 വർഷം ഉണ്ടായിരുന്ന ഗ്രൂമേഴ്സ് ഒരാൾ പോലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. അത് മറ്റു കാരണങ്ങൾ കൊണ്ടാണ്. അവർക്ക് വേറെ ജോലി തിരക്കുകളും കാരണം കൊണ്ടാണ്. കാര്യം ഗ്രൂമേഴ്സാണ് ഒരു കോമഡി ഷോയുടെ നട്ടല്. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പം ഞാൻ രാഷേട്ടിനെ വിളിക്കുന്നു. വേറെ ഞാനും രാഷനും തമ്മിൽ പുള്ളിൻ്റെ സ്കിറ്റിൽ അഭിനയിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ ഒരു ബന്ധവും അതേ ദിവസം വരെ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഓർക്കാനുള്ള 2 പേരുകൾ സുനിൽ വാളത്തുങ്കലും അതുപോലെ തന്നെ പ്രലോഭും. ഇവർ രണ്ടുപേരും എൻ്റെ ഗ്രൂമേഴ്സ് ആയിരുന്നു. അവർ അവർക്ക് മറ്റ് ജോലി വേറെ ജോലി കിട്ടിയതുകൊണ്ട് അവർ മാറിപ്പോയതാണ്. പിന്നെ ശശാങ്കണ്ണൻ, രാജേഷ് പാലോട്, പിന്നെ നിങ്ങളെല്ലാവരും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വേറെ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ അറിയില്ല. താങ്ക് യു. 2 വാക്ക് സംസാരിക്കാനായി പ്രശസ്ത കോർഡിനേറ്റർ റജി സാന്ത്, പ്ലീസ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. തന്നേര്. അല്ല, എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് അർജുൻ സാറിനോട് മാത്രമേ ഉള്ളൂ നന്ദി പറയാനുള്ളത്. എന്നാ വർത്താനാണ്? ഉറപ്പാണോ? എന്താ ഞങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും നന്ദി പറ. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും നന്ദി പറ. മതി. ഇനിയിപ്പം ഇവിടെ വന്നവർ മാത്രമല്ല, നമ്മുടെ ക്യാമറ ടീമുണ്ട്, നമ്മുടെ സൗണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആർട്ട് ആൻഡ് കോസ്റ്റ്യൂം ടീമുണ്ട്, നമ്മുടെ ചേച്ചിമാരുണ്ട്. നമ്മൾക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു വലിയ ടീം തന്നെയുണ്ട്. എല്ലാവർക്കും നമുക്ക് എപ്പോഴും നമ്മുടെ ഭാഗ്യമാണ് നല്ല ഓഡിയൻസ് വരുന്നത്. പിന്നെ പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇപ്പോൾ തമാശ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സമയമാണെങ്കിലും തമാശ പറയാൻ ഒരുപാട് പേടിക്കുന്ന ഒരു സമയം കൂടിയാണ്. പഴയ പോലെ എല്ലാവർക്കും അറിയാം, ഒന്നെങ്കിൽ ബോഡി ഷേമിങ് അല്ലെങ്കിൽ ദ്വയാർത്ഥങ്ങൾ, അങ്ങനെ ഒന്നും വരാതുള്ള തമാശകൾ വേണം നമ്മൾ പറയാനായിട്ട്. അതൊരു നല്ല ചേഞ്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുതിയ സ്കിറ്റുകൾ എഴുതാനും പുതിയ തമാശകൾ ഉണ്ടാക്കാനും നമ്മുടെ ഓരോ മിമിക്രിക്കാരും ഓരോ ഗ്രൂമേഴ്സും എല്ലാം ഇന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ഐറ്റം വേറെ എന്നുള്ളൊരു പ്രോഗ്രാം 101 എപ്പിസോഡുകൾ പിന്നിടുന്നത് എന്നുള്ളത് ഒരു വലിയ വിജയം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ഇത് ഐറ്റം വേറെ ടീമിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പേരിൽ ഒരു വലിയ നന്ദി ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ലാസ്റ്റ് നിങ്ങൾ പോകുന്ന ഒരു ഫൈനൽ ആക്ട് അനാർക്കലി എന്ന സിനിമയിലെ സുരേഷ് കൃഷ്ണ. ആലുക്കുട്ടി ഫർവാടി ഇല്ലേ സറി ബണ്ട ബളബട ഫോഗോടോ യാർക്കോട് ബണ്ട ഭാഷ മലയാളത്തിൻ്റെ ദ്വീപുകാർ തമ്മി പറയുമ്പോൾ ഇതാണ് ഭാഷ. തമിഴ് മലയാളം കുറച്ച് അറബി എല്ലാം കൂടി ഒരു മിക്സ്. ജസ്രീ എന്ന് പറയും. ജോജി, നീ പോലീസിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായി വരാം. ഇനി നമുക്കെല്ലാവർക്കും അറിയുന്ന സിനിമ ബാഹുബലി. ഒരു വില്ലനുണ്ട്, കാലകേന്റെ ഡയലോഗ് നവ്യ നായർ പറഞ്ഞ എങ്ങനെ ഇരിക്കും നോക്കാം. കാലകേന്റെ നിംഡ
കർത്തപുരുഷ് ക്രാക്രോയ് എൻ്റെ ഗുരുവായൂരപ്പ ഞാനീ കട്ടുള്ളൂമിന് കാസ്ത ഞാനീ കട്ടുള്ളൂമിന് വീസ്ര ശുഭേ എൻ്റെ ഗുരുവായൂരപ്പ സംസ്ത്രമാശ്രംഷ പുക്കളി തക്കളി എൻ്റെ ഗുരുവായൂരപ്പ എനിക്ക് കാണണ്ട റാച്ചുഹൂറ നിണ്ട. താങ്ക് യു. ഇത് അപ്പോ അർജുൻ ബ്രോ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് കുറച്ച് കാര്യ പരിപാടികളുണ്ട്. ആഷ് ബ്രോ താങ്ക് യു. അവിടെ പോയിട്ട് ഫ്ലോർ റെഡി എന്ന് പറയട്ടാ. അപ്പോൾ നമ്മളെല്ലാവരും കുറേ സന്തോഷം പറഞ്ഞു, അവരവരുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഈ വേദിയിൽ നിന്ന് നിങ്ങൾക്കൊക്കെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ എല്ലാവരുടെയും പെർഫോമൻസിനും ഒരു മാർക്ക് ഇവർക്ക് അങ്ങോട്ട് കൊടുത്താലോ? അപ്പൊ എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു മാർക്ക് അങ്ങോട്ട് കൊടുത്തേക്കാം അല്ലേ? ടോട്ടൽ ഇത് ഐറ്റം വേറെയുടെ എമൗണ്ട് ഒരുമിച്ച് നിന്നാൽ നമ്മള് ഗോൾഡിന്റെ അപ്പുറത്തെ പഞ്ച് അടിച്ചു. നമ്മുടെ ഇത് ഐറ്റം വരുടെ 101ാമത്തെ എപ്പിസോഡ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഈ 101 എപ്പിസോഡ് നമ്മൾ ഏറ്റവും ഭംഗിയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മുടെ ഇത് ഐറ്റം വരയുടെ DOPയും ചീഫ് ക്യാമറയും രണ്ടുപേരെയും നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് അടിപൊളി ഒരുപാട് സ്നേഹത്തോടെ ബിജു ചേട്ടൻ ആൻഡ് പ്രശാന്ത് ഏട്ടൻ. നമ്മുടെ ചെറിയ സ്നേഹം ജഡ്ജസ് അവർക്ക് കൊടുത്താട്ടെ. അപ്പൊ ഇവർക്ക് ഒരു നല്ല ഗൈഡ് കേട്ടോ, കാണിക്കുന്ന ഇവരാ. അപ്പൊ താങ്ക് യു ചേട്ടാ, താങ്ക് യു. നമ്മള് ഏറ്റവും നല്ല രീതിയിൽ ഷൂട്ട് ചെയ്താൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. നമ്മള് എഡിറ്റേഴ്സിന് നമ്മൾ എപ്പോഴും നമ്മൾ പറയേണ്ട കാര്യം അത്രയും ക്രിസ്പ് ക്ലീൻ കട്ട്സ് ആണ് അവരുടെ. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം രാജേഷ് കുമ്പളാംപൊയ്ക, അനോജ് ഇരിങ്ങാലക്കുട, രഞ്ജിത്ത് വട്ടത്ത് ആൻഡ് നിജോ. നിജോയ്ക്കും രഞ്ജിത്തിന് എത്താൻ സാധിച്ചില്ല, നമ്മുടെ എപ്പിസോഡ്സിന്റെ എഡിറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് 4 പേർക്കും വേണ്ടിയിട്ട് ജഡ്ജസ് ഇവർക്ക് 2 പേർക്ക് അത് കൊടുത്താട്ടെ. എല്ലാവരെയും പറ്റി പറഞ്ഞു, നമ്മളെ പറ്റി പറയാൻ വേറെ ആരുമില്ല. ഷാജോ ചേട്ടാ, യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. താങ്ക് യു സോ മച്ച്. നസീർക്ക, ഒരു എപ്പിസോഡ് പോലും നിങ്ങൾ മുടക്കിയിട്ടില്ല. ഈ പ്രോഗ്രാമിനുള്ള നിങ്ങളുടെ പ്രതിബദ്ധത ആത്മാർത്ഥത പ്രശംസനീയമാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നിങ്ങൾ 3 പേരും നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുക്കുന്ന സപ്പോർട്ടാണ് ഈ പ്രോഗ്രാമിന്റെ ക്വാളിറ്റി ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. കാര്യം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി 2 വാക്ക് ഞാൻ എന്നോട് എന്നെ പറഞ്ഞു. ജീവ, അത് പറയാതിരിക്കാൻ പറ്റില്ല, തമാശയല്ല. നമ്മുടെ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതും പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതും ഈ പറയുന്ന പോലെ അവതാരകൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എനർജിയിലാണ് പ്രോഗ്രാം തുടങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെയാണ്. എന്തെങ്കിലും ഇടയ്ക്കൊരു ഒന്ന് ലോസ് ആയാലും ഒന്ന് ഡൗൺ ആയാലും അദ്ദേഹമാണ് ഇത് പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരാൾ. അപ്പോൾ എങ്ങനെ നോക്കിയാലും 100ൽ 250 മാർക്കാണ് ജീവയ്ക്കകത്ത്, യാതൊരു സംശയമില്ല. താങ്ക് യു സോ മച്ച് ജീവ. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഷാജോൺ അത് പറഞ്ഞത്. താങ്ക് യു. തീർച്ചയായിട്ടും ജീവ. മാത്രമല്ല ഞങ്ങളുടെ ഈ ഷോയ്ക്ക് ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട്, ഞങ്ങളുടെ കലാകാരന്മാർക്ക് തരുന്ന സപ്പോർട്ട് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഇതിൻ്റെ 100,000 ഇരട്ടിയായിട്ട് ഞങ്ങൾ തരണം. നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരു 100 ചിരി തരും. അതാണ് ഞങ്ങളുടെ വാക്ക്. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.